കരമുയർത്തി ശബ്ദമുയർത്തി വീണ്ടും 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ഉപവാസ പ്രാർത്ഥനയുടെ 5ാമത്തെ സെഷൻ, ഈവനിങ് സെഷനിൽ നമുക്ക് വന്നു ചേരുവാൻ ദൈവം സാവകാശം തന്നു. കഴിഞ്ഞ രാത്രിയിലും കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി മുതൽ ഇതുവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവദാസന്മാരിൽ കൂടെ ശക്തമായ ദൂതുകൾ നമുക്ക് നൽകിക്കൊണ്ടിരുന്നു. ഇന്ന് പകലും രാത്രിയിലും ദൈവനിയോഗത്താൽ സഭയുടെ ക്ഷണപ്രകാരം വന്നു ചേർന്ന ബഹുമാന്യ പാസ്റ്റർ ഷെറിൻ പോൾ അവർകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ പകൽ വന്ന ദൈവജനത്തിനറിയാം, ശക്തമായ അനുഭവ സാക്ഷ്യങ്ങൾ, ശക്തമായ ദൂതുകൾ, അരുളപ്പാടുകളൊക്കെ നമുക്ക് നൽകി തന്നു. ഇന്ന് നമ്മൾ വളരെ പ്രതീക്ഷയോടാണ് ദൈവസന്നിധിയിലായിരിക്കുന്നത്. ആമേൻ. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ എൻ്റെ ദൈവം തൃപ്തിപ്പെടുത്തുന്ന ദൈവമാ. നമ്മോട് ഇന്ന് രാത്രി കാലം തൊട്ട് സംസാരിക്കും. ഹല്ലേലൂയ. ബഹുമാന്യരായ അഭിഷക്തന്മാരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കണം. പിന്മഴയുടെ കാലത്തെ മഴയ്ക്കായി യാചിക്കുക എന്ന് വചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. യഹോവ എന്തായിരിക്കും? മിന്നർ പിണറുകളെ അയക്കും. എത്ര പേർക്ക് അത് മനസ്സിലായി? സകല സസ്യാദികളുടെ മേലും മിന്നൽ പിണറുകളെ അയക്കുന്ന കർത്താവ. അങ്ങനെയെങ്കിൽ ആത്മദാഹത്തോടെ നമ്മൾ ഇന്ന് ഈ രാത്രികാലം ഇരിക്കുമ്പോൾ നമ്മുടെ മേൽ ആത്മമാരി ഒരു കരസ്പർശനം, സ്വർഗീയ കരസ്പർശനം അവിടുന്ന് വെളിപ്പെടാൻ പോകുകയാ. വിശ്വാസമുള്ളവർ കരമുയർത്തി വീണ്ടും ഹല്ലേലൂയ പറഞ്ഞാട്ടെ. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ അഭിഷക്തൻ ബഹുമാന്യ ഷെറിൻ പോൾ അവരുകളെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ആദരപൂർവ്വം സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യവും ശ്രേഷ്ഠവുമായിരിക്കുന്ന നാമം അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ ഒരു പ്രാവശ്യം കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീത ശുശ്രൂഷകൾക്കായി എന്നെ ക്ഷണിച്ച കർത്താവിൽ ഞാൻ ബഹുമാനിക്കുന്ന ഈ ദൈവസഭയുടെ മുഖ്യ കാർമ്മിക ശുശ്രൂഷകൾക്ക് ചുക്കാൽ പിടിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷിക്തൻ, ഈ ദൈവസഭയിലെ സഹശുശ്രൂഷകർ, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കും കെട്ടുപണിക്കും വേണ്ടി പ്രയോജനപ്പെടുന്ന എല്ലാ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ദൈവജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ക്രിസ്തുവിൽ എൻ്റെ വന്ദനത്തെ ചൊല്ലുന്നു. പരിമിതമായ സമയമാണ് ഈ രാത്രി നമുക്കുള്ളത്. അല്പം കൊണ്ടധികം ചെയ്യുന്ന വലിയ ദൈവം ഇന്ന് രാത്രി നമ്മോട് ഇടപെടും. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ വായിച്ച അതേ വേദഭാഗം തന്നെ ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 3-ാമത് അധ്യായം അതിൻ്റെ 16 മുതലുള്ള വേദഭാഗങ്ങൾ ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നും നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ല. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഇന്ന് പകലിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ ചിന്തിപ്പാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകി തന്നു. ചില കാര്യങ്ങളെക്കുറിച്ച് നാം അറിയേണ്ടത് ആവശ്യമാണ് എന്നതിനെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മളോടൊന്ന് സംസാരിക്കേണ്ടതിന് ഇടപെടേണ്ടതിന് എല്ലാ പ്രിയമുള്ളവരും ഒന്ന് സമർപ്പിച്ചേ. ഹോറാഖബഷിയാം ധനാരും മൗനമായിരിക്കല്ലേ പ്രിയരെ. ഒരാത്മീകനോട്, ഒരു ദൈവ പൈതലിനോട് സ്തുതിക്കുവാൻ പറയണ്ട, സ്തോത്രം പറയാൻ പറയണ്ട, ആരാധിക്കുവാൻ പറയണ്ട. കാരണം അവനും ദൈവവുമായിട്ടൊരാത്മബന്ധമുണ്ടെങ്കിൽ സ്തോത്രം അവൻ്റെ അധരത്തിനകത്ത് നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അവൻ ദൈവവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ആരാധന അവരിൽ വെളിപ്പെടും. ആരാധിക്കേണ്ടത് നിർബന്ധപ്രകാരമല്ല, മറിച്ച് ദൈവവുമായിട്ട് ബന്ധമുള്ളവന് സ്തോത്രം ആരാധന താനേ ഉരുവായി വരുന്നതാണ്. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചേ. ഹോറിയം ശമനതര ഘടകരം ശേ. ജീവിതമെന്നും ശരിയായിട്ടില്ലയോ, ജീവിപ്പിക്കും കർത്തനേ വന്നു. ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ വന്നു. ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ
മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാൻ വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാൻ തങ്കച്ചിറകടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ കോടു ധന്യർക്കെന്നോർത്തിത സങ്കടപ്പെട്ടിടുന്നു തള്ളി സങ്കേതം ഞാൻ കോടു ധന്യർക്കെന്നോർത്തിത സങ്കടപ്പെട്ടിടുന്നു എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാൻ വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാൻ. ഞങ്ങളുടെ പിതാവേ, ഈ നല്ല രാത്രിക്കായി തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്കും ദൈവസഭയ്ക്കും ദൈവം കൊടുത്ത വെളിപ്പാടും നിയോഗവും അനുസരിച്ച് ക്രമീകരിക്കപ്പെട്ട ഉപവാസത്തിൻ്റെയും ആത്മതപനത്തിൻ്റെയും ദിവസങ്ങളിൽ നിൻ്റെ ജനത്തെ ശുശ്രൂഷിക്കേണ്ടതിന്, പുത്രനെ ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവ് ബലഹീനതകൾ ഓർക്കാതെ എളിയവനെയും നിയോഗിച്ചതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷകൾക്കായി എളിയവനെ ക്ഷണിക്കുകയും അവസരം തരികയും ഒരു ദൂതനെ പോലെ ഇന്ന് പകലിൽ എളിയവനെ കൈക്കൊണ്ട് ശുശ്രൂഷിക്കുകയും ആദരിക്കുകയും ചെയ്ത കർത്താവിൻ്റെ അഭിഷേകത്തിനെയും കുടുംബത്തെയും എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം ഞങ്ങളോട് സംസാരിക്കണമേ. സ്വന്തത്തിനൊരു വാക്ക് പോലും പറഞ്ഞ് ആത്മാവിന് ദുഃഖമായി തീരാതെ പരിശുദ്ധാത്മാവിന് പ്രസാദകരമായിരിക്കുന്ന വാക്കുകൾ, ശുശ്രൂഷകൾ ഈ രാത്രിയിൽ സ്വർഗം ഞങ്ങൾക്ക് കൈമാറണം എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വമെല്ലാം അവിടത്തേക്ക് തരുന്ന പുത്രനെ ഉയർത്തുന്നു. മിശിഹായുടെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. നമ്മളെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് മഹത്വം ചെയ്യാമോ? ശക്തിയോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ. ആമേൻ. കർത്താവിൻ്റെ ധന്യവും ശ്രേഷ്ഠവുമായിരിക്കുന്ന നാമം ഈ രാത്രിയിൽ ഒരു പ്രാവശ്യം കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീത ശുശ്രൂഷകൾക്കായി എന്നെ ക്ഷണിച്ച കർത്താവിൽ ബഹുമാന്യ അഭിഷേകത്തിനോടുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ അറിയിക്കുന്നു. മറ്റ് സഹശുശ്രൂഷകന്മാർ, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് സ്തുതിക്കുന്നു. വിശേഷാൽ ഇന്ന് പകൽ എന്നെ കൈക്കൊണ്ട് ശുശ്രൂഷിച്ച കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ രാജീവ് പാസ്റ്ററോടുള്ള പ്രത്യേകാലുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. യോഗം ലീഡ് ചെയ്ത ദൈവഭൃത്യൻ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിൽ നമുക്കായിരിക്കാം. രാവിലെ നമ്മൾ ചിന്തിച്ച അതേ വേദഭാഗം തന്നെയാണ് ഈ രാത്രിയിലും നമ്മൾ ചിന്തിക്കുന്നത്. ആമേൻ. കൊരിന്ത്യ സഭയോട് ആത്മനിയോഗത്താൽ പൗലോസ് ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മൾ വായിച്ചത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഈ അറിവില്ലായ്മയാണ് 3-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ അറിവില്ലായ്മയാണ് 5-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ ചൂണ്ടിക്കാണിക്കുന്നത്. അവരുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഒക്കെ വരാൻ കാരണം ആത്മാവിനെ ഇവർ ചുമക്കുന്നു എന്നൊരറിവ് പലപ്പോഴും ഇവർ നഷ്ടപ്പെട്ടവരായി തീർന്നു. ആമേൻ. സ്തോത്രം. ഈ അറിവ് അവർക്കില്ലാത്തത് കൊണ്ട് ഇവർ പല ജഡീക വിഷയങ്ങൾക്കകത്തും ഇടപെട്ട് പലപ്പോഴും ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന നിലവാരത്തിലേക്ക് വന്നു. എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുകയും ക്രിസ്തുവിൽ അവരെ ജനിപ്പിക്കുകയും ചെയ്ത അവരാത്മപിതാവായിരിക്കുന്ന പൗലോസിന് നേർപോലും അവർ വിരൽ ചൂണ്ടി ചില ചോദ്യങ്ങൾ ചോദിക്കുക സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആമേൻ. സ്തോത്രം.
സ്തോത്രം. എന്നാൽ പൗലോസിലേക്ക് അതൊന്നും കണക്കാക്കാതെ പിന്നെയും സഭയെ ക്രിസ്തുവിൽ നിലനിർത്തേണ്ടതിന് അവരിൽ ആത്മീക ഫലങ്ങളെ അദ്ദേഹം കാണുവാൻ ആഗ്രഹിച്ചതുകൊണ്ട് സ്തോത്രം ശാസനയുടെ വടി ഉപേക്ഷിച്ചിട്ട് സൗമ്യതയുടെ ഭാഷയിൽ അവരെ പ്രബോധിപ്പിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് കൊരിന്ത്യ ലേഖനം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. രാവിലെ ഞാൻ പറഞ്ഞു ചിലതിൻ്റെ പശ്ചാത്തല ഭാഗങ്ങളൊക്കെ പറഞ്ഞു. കാരണം ഈ സഭയുമായി ബന്ധപ്പെട്ട ദേശമെന്ന് പറയും നമുക്കറിയാം ഒരു വല്ലാത്ത ദേശമായിരുന്നു. ഏകദേശം 1000 ദേവദാസികൾ വരെ സ്തോത്രത്തെ ക്ഷേത്രത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയും സ്തോത്രം അധാർമികതകൾ പെരുകിയിരുന്ന ധാർമ്മിക ബോധം നഷ്ടപ്പെട്ടു പോയ ഒരു പട്ടണത്തിലായിരുന്നു ആത്മനിയോഗത്തോടുകൂടി സ്തോത്രം പൗലോസ് ശുശ്രൂഷിച്ചത്. ഞാൻ പറയാം, പൗലോസിൻ്റെ യാത്രകളോ അദ്ദേഹം ചെന്നെത്തിയ സ്ഥലങ്ങളോ ഒന്നും തന്നെ അദ്ദേഹം ജഡത്തിൽ തിരഞ്ഞെടുത്തതല്ല. ഞാൻ രാവിലെ പറഞ്ഞു സ്തോത്രം ഗലാത്യ ലേഖനം 2:2 പൗലോസിലേക്ക് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ സ്തോത്രം ഒരു വെളിപ്പാട് അനുസരിച്ചത്രേ പോയത്. വെളിപ്പാട് അനുസരിച്ച് പൗലോസ് പോയി ചെന്ന് കാൽ വച്ച ഇടങ്ങളിലെല്ലാം സഭകൾ പുറത്തു വന്നിട്ടുണ്ട്. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ 3 വർഷം ആയൂര് HFABC എന്ന് പറഞ്ഞ ഒരു ബൈബിൾ കോളേജിൽ പഠനം കഴിഞ്ഞു. ഞാൻ രാവിലെ എൻ്റെ സാക്ഷ്യം പറഞ്ഞല്ലോ, എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനല്ലായിരുന്നു. അദ്ദേഹം എൻ്റെ ശുശ്രൂഷകൾക്ക് ഒട്ടും സപ്പോർട്ടല്ലായിരുന്നു. എൻ്റെ പിതാവെന്ന നിലയിൽ അദ്ദേഹത്തെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ എൻ്റെ ആത്മീക ജീവിതത്തിൽ എന്നെ ഒത്തിരി കൈത്താങ്ങിയത് സ്തോത്രം എൻ്റെ ആത്മീക പിതാവാണ്. സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടാൻ, എനിക്ക് ഒരു മൈക്ക് പിടിച്ചൊരു വേദിയിൽ നിൽക്കാൻ ഒക്കെ അവസരം തന്ന അദ്ദേഹമാണ്. അദ്ദേഹം വലിയ ഗ്ലാമറൊന്നുമില്ല, അത്ര അറിയപ്പെടുന്ന ആളൊന്നുമല്ല. ദൈവസന്നിധിയിൽ ഭയങ്കര വിശ്വസ്തനായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ഒത്തിരി തലമുറകളെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിന് സുഖമില്ല എന്നറിഞ്ഞ് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയിൽ ഞാൻ എൻ്റെ അഡ്വാൻസ് കൊടുത്തിരുന്ന ചർച്ചിന് വേണ്ടി അഡ്വാൻസ് കൊടുത്തിരുന്ന എല്ലാ എമൗണ്ടും കൊടുത്ത് അതെല്ലാം എഴുതിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പെട്ടെന്ന് തോന്നി എനിക്ക് അദ്ദേഹത്തെ ഒന്ന് ചെന്ന് കാണണമെന്ന്. ഞാനും തീരെ സുഖമില്ലാതിരുന്നു. സ്തോത്രം. ചില ദിവസങ്ങൾ ഭവനത്തിലായിരുന്നു. ഒരു സൺഡേ എനിക്ക് ശുശ്രൂഷ നടത്താൻ കഴിയാതെ ഞാൻ ശാരീരിക പ്രയാസത്തിൽ ഭവനത്തിലായിരുന്നു. എനിക്ക് പെട്ടെന്ന് തോന്നി എൻ്റെ ആത്മീയ പിതാവിനെ ഒന്ന് കാണണം. ഞാൻ അദ്ദേഹത്തിന് ചെന്ന് കഴിയുമ്പോൾ തീരെ അവശനായിട്ട് അദ്ദേഹം ഇരിക്കുന്നു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവ് എന്നോട് പറഞ്ഞ ഒരു ചെറിയ നന്മ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തു. സ്തോത്രം. ഒത്തിരി ശുശ്രൂഷകന്മാരൊക്കെ ദൈവസഭയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും ആരും അദ്ദേഹത്തെ അങ്ങനെ കാണാൻ പോകാറൊന്നുമില്ല. എന്നാൽ ഞാനൊരു വാഹനം മേടിച്ചിരുന്നാലും എന്തെങ്കിലുമൊക്കെ വിശേഷിച്ച് കർത്താവിൻ്റെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകുന്ന എൻ്റെ ആത്മീയ പിതാവിൻ്റെ അടുക്കലാണ്. ഞാൻ ആ നന്മ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് എന്നെ കെട്ടിപ്പിടിച്ചു വെച്ചങ്ങ് കരഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ണുനീരെൻ്റെ ശരീരത്തിൽ വീണു. ഞാൻ വിചാരിക്കുന്നു എനിക്ക് ലോകത്തിൽ കിട്ടിയതിൽ വെച്ച് ഒരു നല്ലൊരു ഭാഗ്യമായൊരവസരമാണത്. പിതാക്കന്മാരെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, അവരെ കീഴ്പ്പെട്ടിരിക്കുക. എത്രയോ രാജ്യങ്ങളിൽ കടന്നുപോയി ശുശ്രൂഷിച്ചിട്ടുണ്ട്, എത്രയോ വലിയ വേദികളിൽ ശുശ്രൂഷിച്ചു. പക്ഷേ എൻ്റെ ആത്മീയ പിതാവിൻ്റെ മുമ്പിൽ നിന്ന് ശുശ്രൂഷിക്കാൻ ഒരിക്കലും ഭയമാണ്. 2 മുട്ടുകാലും കൂട്ടിയിടിക്കും ശുശ്രൂഷിക്കാൻ സമയത്ത്. നമ്മുടെ പിതാക്കന്മാരെ, നമ്മുടെ ആത്മീക പിതാക്കന്മാരെ നമ്മൾ സ്നേഹിക്കുന്നത്, ബഹുമാനിക്കുന്നത്, അതെല്ലാം നമ്മുടെ ജീവിതത്തിന് ഒരു ഭയങ്കര അനുഗ്രഹവും വിടുതലുമാണ്. ഞാൻ മടങ്ങി വരാം. സ്തോത്രം. പൗലോസ്ലീഹ, എനിക്ക് അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കലൊരു രാജാവ് അദ്ദേഹത്തിന് പറഞ്ഞു, വിദ്യാബഹുത്വത്താണ് നിനക്ക് ഭ്രാന്തി പിടിച്ചിരിക്കുകയാണെന്ന് പൗലോസ് അത് പറഞ്ഞപ്പെടുത്തേനെ. പൗലോസിന് മറുപടി പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, സ്തോത്രം, ഈ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കുന്നത് ശരിയല്ല. ലോകത്തിൽ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ സ്വർഗീയ ദർശനമകത്ത് വന്നു കഴിഞ്ഞപ്പോൾ ജഡത്തെ പ്രസാദിപ്പിച്ചതിനെ മുഴുവനും വിട്ടയച്ച് ദൈവിക ദർശനത്തോട് അനുസരണം കാണിച്ച് ഒത്തിരി തകർച്ചകൾ, ശൂന്യതകൾ, ഒത്തിരി ഞെരുക്കങ്ങൾ, പട്ടിണിയുടെ അവസ്ഥകൾ ഒക്കെ കടന്നു വന്നിട്ടും ആ ദർശനത്തോട് അനുസരണം കാണിച്ച് നിന്ന് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. നമ്മളും അങ്ങനെയായിരിക്കണം, ദൈവിക ദർശനത്തോട് അനുസരണം കാണിക്കുന്നവർ. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ദൈവസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒറ്റ വിശ്വാസിയും വേറൊരു വിശ്വാസിയെ ദൈവസഭയിൽ കൊണ്ടുവന്നിട്ടില്ല. 75-80 പേര് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ചർച്ചിനുണ്ടെങ്കിലും ഒരു വിശ്വാസി പോലും ഒരെണ്ണത്തിനെയും കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമില്ല, വരുന്ന ആരെയും നിങ്ങൾ ഓട്ടിക്കരുത്. ചിലർക്ക് അങ്ങനെ ഒരു കൃപയുണ്ട്. ആരെയും കൊണ്ടുവന്നില്ലെങ്കിലും ചിലരൊക്കെ ഓടിക്കാനൊരു കൃപ അവർക്കുണ്ട്.
കഴിഞ്ഞ ആഴ്ച ഞാൻ ചർച്ച പറഞ്ഞൊരു വിഷയമുണ്ട്. ഈ നമ്മൾക്ക് കോഴിയെ വളർത്തിയവരും കണ്ടിട്ടുള്ളവർ, കോഴിയെ വളർത്തിയ ആൾക്കാരൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഒരു 10 കോഴി ഉണ്ടെങ്കിൽ അതിൽ ഒരുത്തൻ വില്ലനായിരിക്കും, വില്ലൻ റോൾ ഒരുത്തന് കാണും. ഇവൻ എന്നാ ചെയ്യുന്നു, ഈ 10 പേർക്കും കൂടെ വച്ചു കൊടുക്കുന്ന ആഹാരത്തെ ഇവൻ ഇങ്ങോട്ട് ഓടി വരും, ബാക്കി 9 പേരെയും കൊത്തിയും തല്ലിയൊക്കെ ഓടിക്കും. എന്നിട്ട് ഇവൻ ഒറ്റയ്ക്ക് കഴിച്ച് തീർക്കുമെന്ന് ചോദിച്ചാൽ കഴിച്ച് തീർക്കത്തില്ല. ഇവൻ കഴിച്ച് മടുത്ത് കഴിയുമ്പോഴത്തേന് ആ പാത്രത്തിനോട് പുറത്തോട്ട് കയറി നിന്ന് അവനെ ചവിട്ടി അങ്ങ് കമഴ്ത്തും. സന്ധ്യയാകുമ്പോഴത്തേനും ഇവനൊരു പ്രത്യേകതയുണ്ട്, ഇവൻ ആദ്യം വന്ന് കൂട്ടിൻ്റെ വാതിൽക്കിലോട്ട് കയറി അങ്ങ് നിൽക്കും. ചിലർ കൂട്ടിൻ്റെ മേളിലോട്ടാണ് കയറി നിൽക്കുന്നേ, ചിലത് കൂട്ടിൻ്റെ വാതിൽക്കിലോട്ട് കയറി നിൽക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഞാൻ കയറത്തുമില്ല, നിന്നെ ഒന്നും കയറ്റത്തുമില്ല. ഏതാ, ഞാൻ ഗുണപ്പെടത്തുമില്ല, നിന്നെ ഒന്നും ഗുണപ്പെടാൻ സമ്മതിക്കത്തുമില്ല. അങ്ങനെ കുറച്ച് പേരൊക്കെയുണ്ട് ദൈവസഭകൾക്കകത്ത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും പറയും, നിങ്ങളാണ് ആത്മാക്കളെ കൊണ്ടുവരാൻ. ഞാൻ ഇവിടുത്തെ പഠിത്തം കഴിഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ 2 വർഷം കർത്താവിൻ്റെ വേല ചെയ്തു. ദൈവശബ്ദം കേട്ടാൽ ഞാൻ അവിടെ പോയേ. സ്തോത്രം. അവിടെയും 1 വർഷം പഠനം കഴിഞ്ഞു. റാവള എന്ന് പറഞ്ഞ സ്ഥലത്ത് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി പ്രയാസങ്ങൾ വന്നു, ഞെരുക്കങ്ങൾ വന്നു. അന്നും ഇന്നും എല്ലാം കർത്താവ് ഉപവസിക്കുന്ന സമയത്ത് എന്നോടൊരു ഒരു ഇടപെടലുണ്ടാകും, നീ ഇത്ര ദിവസം ഉപവസിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അവിടെ 21 ദിവസം ഒറ്റയ്ക്കിരുന്നു, ഉപവസിച്ചു, കരഞ്ഞു. അന്ന് ആത്മാക്കളൊന്നും വന്നില്ല. 2-3 മലയാളി ഫാമിലി ഉണ്ട്, അവർ കത്തോലിക്കക്കാർ, അവരും വരത്തില്ലായിരുന്നു. പക്ഷേ ഞങ്ങനെ വിചാരിതമായിട്ട് എനിക്ക് നാട്ടിൽ കടന്നു വരേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഞാൻ നാട്ടിൽ കടന്നു വന്നു. ഇന്ന് ആ സ്ഥലത്ത്, റാവള എന്ന് പറഞ്ഞ സ്ഥലത്ത് IPCയുടെ ഒരു ചർച്ചയേ ഉള്ളൂ. അതിനകത്ത് 100-ലധികം പേരിന്ന് ആരാധിക്കുന്നുണ്ട്. അന്ന് തൊട്ട് എനിക്ക് ഒരു ആത്മഭാരമുണ്ടായിരുന്നു, കർത്താവേ നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേല ചെയ്യണം, നോർത്ത് ഇന്ത്യയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊരു ഭാരമുണ്ടായിരുന്നു. ദീർഘമായ വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയ സ്ഥലങ്ങളിൽ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തനങ്ങളുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചത്. ഇന്ന് 7 സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് വർക്കുണ്ട്. ഞാൻ രാവിലെ പറഞ്ഞല്ലോ, ഇന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകൾക്കകത്തും കർത്താവെ വർക്ക് തരണം, ശുശ്രൂഷ തരണമെന്ന്. ഓർഫനേജിൽ ഞാൻ പഠിച്ചതുകൊണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഓർഫനേജ് തുടങ്ങാൻ. പക്ഷേ അതിന് വേണ്ടിയ സാമ്പത്തികമൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. എന്നാൽ അരവിന്ദ് എന്ന് പറഞ്ഞൊരു ഡോക്ടറെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം സ്തോത്രം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വന്നു. അവിടെ സ്തോത്രം UP-യിൽ തന്നെ സ്തോത്രം ഒരു പ്രത്യേകമായിരിക്കുന്നൊരു ഏരിയയുണ്ട്, ഒരു ഗ്രാമപ്രദേശം പോലത്തെ. അവിടെ പൂട്ടിക്കിടന്നൊരു സ്കൂൾ അദ്ദേഹം എടുത്തു. എന്നോട് ചോദിച്ചു, നമുക്കത് തുടങ്ങാമോ? ഞാൻ പറഞ്ഞു, എനിക്കൊന്നിനും പറ്റത്തില്ല, ഞാൻ സപ്പോർട്ട് ചെയ്യാം, എന്ത് വേണമെങ്കിലും പ്രാർത്ഥനയാൽ. ആ സ്കൂൾ ഓപ്പൺ ചെയ്തു. ആദ്യത്തെ വർഷം 10 പിള്ളേരുണ്ടായിരുന്നു. ഇന്ന് 6 വർഷമായി അത് സ്കൂൾ തുടങ്ങിയിട്ട്. ഇന്ന് ഏകദേശം 850-ൽ പരം പിള്ളേർ ആ സ്കൂളിലുണ്ട്. ആ പുറത്തുനിന്നുള്ള പിള്ളേരെ ഫീസ് മേടിച്ചിട്ടാണ് ഞങ്ങൾ 28 മക്കളെ ഞങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത്. നമുക്കൊരു വെളിപ്പാടുണ്ടെങ്കിൽ, നമുക്കൊരു ദർശനമുണ്ടെങ്കിൽ, അതിനെത്ര വിരോധമായി പിശാച് എഴുന്നേറ്റാലും അതിനെ മുറിക്കാൻ പിശാചിന് പറ്റത്തില്ല. സ്തോത്രം. എൻ്റെ പ്രിയരെ, നമ്മളെ നിയോഗങ്ങൾക്ക് വേണ്ടി നിന്നാൽ കർത്താവ് നിശ്ചയമായിട്ട് നമ്മളെ മാനിക്കും. ഈ ദൈവസഭയെക്കുറിച്ച് ഒത്തിരി കേട്ടു. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഈ സഭയെക്കുറിച്ച് കേൾക്കുന്നത്. ജോസി ജോർജ് എന്ന് പറഞ്ഞൊരു ദൈവദാസൻ എന്നോട് അനുഭവിച്ച് പഠിച്ചു. അദ്ദേഹം മുഖാന്തരമാണ് ഈ സഭയെക്കുറിച്ചൊക്കെ ഞാൻ കേൾക്കുന്നത്. പല ആവർത്തി ഒത്തിരി ദൈവദാസന്മാർ വന്ന് ശുശ്രൂഷിക്കുമ്പോഴത്തേന് ഒരു വീഡിയോ ഒക്കെ യൂട്യൂബിൽ കാണുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് ഇവിടെ ശുശ്രൂഷിക്കാൻ ഒരു അവസരം തരണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് പകൽ, ഇന്ന് രാത്രിയിലൊക്കെ നിങ്ങളെ ശുശ്രൂഷിപ്പാൻ കർത്താവ് എനിക്ക് നൽകിയ അവസരങ്ങൾ ഓർത്തെല്ലാം സ്തോത്രം. മടങ്ങി വരാം നമുക്ക്. പൗലോസ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ അറിവില്ലായ്മയാണ് ജഡീകമായിരിക്കുന്ന ചില പ്രവൃത്തികളിലേക്കും പ്രവണതകളിലേക്കും പാപങ്ങളിലേക്കും ഇവരെ കൊണ്ടുപോയത്. സ്തോത്രം. ഈ അറിവ് ഇവർക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ ലേഖനത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. അവരെ തിരുത്തേണ്ടതിന് വേണ്ടി ഈ ലേഖനം എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു. എഫെസോസിനകത്ത് മൃഗയുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പൗലോസിന് കൊരിന്ത്യ സഭയെക്കുറിച്ചുള്ള വേദനകരമായിരിക്കുന്ന വിഷയം അറിഞ്ഞപ്പോൾ പിന്നെയും അദ്ദേഹത്തിൻ്റെ അകത്തൊരാളി കത്തലാണ് എന്ന് പറഞ്ഞാൽ, സഭയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, സഭ നഷ്ടപ്പെട്ടു പോകുമോ, ആത്മാക്കൾ ചിതറിപ്പെട്ടു പോകുമോ, ദൈവരാജ്യത്തിൽ നിന്ന് ദൈവജനം അന്യപ്പെട്ടു പോകുന്ന ആത്മഭാരം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനകത്ത് കടന്നു വന്നപ്പോൾ എഫെസോസിനകത്ത് പിന്നെയും ദൈവശബ്ദത്തിന് വേണ്ടി മുട്ടുമടക്കിയ പൗലോസ് കാണപ്പെട്ട, ഇല്ലെങ്കിൽ ആത്മാവിൽ കണ്ട നിയോഗങ്ങൾ, കാണപ്പെട്ട വെളിപ്പാടുകൾ ഒരു ലേഖനമായിട്ട് എഴുതി ദൈവസഭയെ അറിയിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്.
ഞാൻ രാവിലെ പറഞ്ഞു ചില അറിവുകൾ നമുക്കുണ്ടായിരിക്കണം. ഈ അറിവ് നമ്മൾ ബുദ്ധിയിൽ മാത്രം കൊണ്ട് നടക്കരുത്. നാം ആത്മാവിൽ ചിലതിനെ കൈമാറുവാൻ തയ്യാറാകണം. ചില കേൾക്കുന്നതിനെ എല്ലാം സ്തോത്രം ബുദ്ധിയിൽ കൊണ്ട് നടക്കും, അതിന് ആത്മാവിന് കൈമാറത്തില്ല. ആത്മാവിന് കൈമാറാത്തത് കൊണ്ട് അത് പ്രയോജനകരമായി തീരത്തില്ല. ഇന്ന് രാത്രിയിലും നിങ്ങൾ കേൾക്കുന്ന സ്തോത്രം ആത്മീക ചിന്തകൾ, നിങ്ങൾ കേൾക്കുന്ന ദൈവവചനത്തിൻ്റെ സന്ദേശം അതിനെ ബുദ്ധിയിൽ മാത്രം ഒതുക്കാതെ അത് ആത്മമനുഷ്യനിലോട്ട് കൈമാറുമ്പോഴാണ് വിടുതലുകൾ നടക്കുന്നത്. അത് ആത്മമനുഷ്യനിലോട്ട് കൈമാറുമ്പോഴാണ് ദൈവ പ്രവർത്തികൾ വെളിപ്പെട്ട് വരുന്നത്. ഇന്ന് രാത്രി ബുദ്ധിയിൽ ചിലതിനെ വഹിച്ചുകൊണ്ട് നടക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്, മറിച്ച് ആത്മാവിന് ചിലത് കൈമാറാൻ, ആത്മാവിന് ചിലത് കൈമാറാൻ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം. ഇന്ന് രാത്രി അവരെ കരങ്ങളൊന്ന് ചലിക്കട്ടെ, അവരെ വായൊന്ന് തുറന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആത്മാവിൽ ദൈവസഭയൊന്ന് ചലിക്കട്ടെ. പൗലോസ് കേട്ട ദൈവശബ്ദം, അദ്ദേഹം കേട്ട ദൈവശബ്ദം ഒരിക്കലും ബുദ്ധിയിൽ ചുമന്നുകൊണ്ട് നടന്നില്ല. അദ്ദേഹം കേട്ട ദൈവശബ്ദത്തെ ആത്മാവിൽ കൈമാറിയപ്പോൾ, അകത്ത മനുഷ്യനിലോട്ട് കൈമാറിയപ്പോഴാണ് സ്തോത്രം അദ്ദേഹത്തിലൂടെ ദൈവപ്രവർത്തികൾ വെളിപ്പെട്ട് വന്നത്. സ്തോത്രം. നമ്മൾ കേൾക്കുന്ന പലത് ബുദ്ധിയിൽ തന്നെ ഒതുക്കി നമ്മൾ വച്ചേക്കാം. പക്ഷെ പൗലോസ് അങ്ങനെയല്ല, കേൾക്കപ്പെടുന്നത് ആത്മ മനുഷ്യനിലോട്ട് കൈമാറും. അകത്ത മനുഷ്യനെക്കുറിച്ചൊക്കെ ആദ്യം ആഴമായി പഠിപ്പിക്കുന്നത് പൗലോസാണ്. എന്ന് പറഞ്ഞാൽ അകത്ത മനുഷ്യനെക്കുറിച്ചുള്ള വ്യക്തമായ ബോധമുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു പൗലോസ്. മടങ്ങി വരാൻ പ്രിയരെ, ഒന്ന്, ഞാൻ രാവിലെ പറഞ്ഞ് നമ്മളെ വിളിച്ചവനെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. രണ്ട്, നമ്മളെ വിളിയെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. മൂന്ന്, നമ്മുടെ അഭിഷേകത്തെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം. നാല്, നാം പ്രാപിക്കപ്പെട്ട ആത്മാവിൻ്റെ വലിപ്പത്തെക്കുറിച്ചുള്ള അതിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. അഞ്ച്, നമ്മുടെ പുത്രത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. സ്തോത്രം. രാവിലെ ഒരു വിഷയം നമ്മൾ തൊട്ടുവിട്ടു. ഏതാ? നമ്മളെ വിളിച്ചവനെക്കുറിച്ചുള്ള അറിവ്. പലരുടെയും പരാജയത്തിന് കാരണം വിളിച്ചവനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. പലരും വിശ്വാസ ജീവിതത്തിൽ പിന്തിരിഞ്ഞു പോകേണ്ട കാരണം വിളിച്ചവനെക്കുറിച്ചുള്ള അറിവ് അവർക്കില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ഞാൻ പറഞ്ഞു, യേശു കർത്താവ് സന്ധ്യയായപ്പോൾ പറഞ്ഞു, വരിക നമുക്ക് അക്കരയ്ക്ക് പോകാം. ഗദരദേശത്തേക്ക് പോകുവാൻ പടക് കയറിയ യേശുവും 12 ശിഷ്യന്മാരും. ഇച്ചിരി ദൂരം പടക് മുന്നോട്ട് പോകുമ്പോഴത്തേനെ പടകിനകത്ത് യേശു കർത്താവ് ഉറങ്ങുകയാണ്. കാറ്റ് കടലിനെയും കടൽ പടകിനെയും പടക് ശിഷ്യന്മാരെയും ശിഷ്യന്മാർ യേശുവിനെ കൈയിളക്കി. അവസാനം ശിഷ്യന്മാർ നിലവിളിക്കുന്നു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിക്കുന്നു. കൂടെയുള്ളവൻ ആരാണെന്നുള്ള തിരിച്ചറിവില്ല എങ്കിൽ നിലവിളിയുടെ ശബ്ദം ഉയരും. കൂടെയുള്ളവൻ ആരെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ദാവീദ് പറഞ്ഞതുപോലെ പറയും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ അതിൽ ചാടിക്കടക്കും. കൂടെയുള്ളവനെ കുറിച്ചുള്ള അറിവിൽ ദൈവജനം ആരാധിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പറയും, ഇതെനിക്കൊരു പ്രശ്നമല്ല, ഈ മതിൽക്കെട്ടലേക്കൊരു വിഷയമല്ല, ഈ പ്രതിസന്ധി എനിക്കൊരു വിഷയമല്ല, എൻ്റെ കൂടെയുള്ളവൻ ലോകത്തെ ജയിച്ചവനാണ്. ആത്മാവിനൊന്ന് ചലിക്കാൻ പറ്റുമോ പ്രിയരെ? പ്രതികൂലങ്ങൾ കയറി വരട്ടെ, പ്രതിസന്ധികൾ നിന്റെ ആത്മമണ്ഡലത്തിന് വിരോധമായി അടിക്കട്ടെ, നിന്റെ വിശ്വാസത്തെ തച്ചുടയ്ക്കത്തക്ക നിലകളിൽ പ്രതികൂലത്തിന്റെ കാറ്റുകൾ, ഈശാനമൂലൻ കൊടുങ്കാറ്റുകൾ നിന്റെ ജീവിതത്തിൽ വരെ അടിച്ചാലും പൗലോസ് ഒരു കാര്യം പറയും, എന്നെ വിളിച്ചവൻ എവിടെ എത്തിക്കാന്ന് പറഞ്ഞാണോ വിളിച്ച് അവിടെ എത്തിക്കുന്നത് വരെ അവൻ വിശ്വസ്തനാണ്. ഇന്ന് രാത്രി വിളിച്ചവനെ കുറിച്ചുള്ള അറിവിൽ ഒന്ന് ആരാധിക്കാൻ പറ്റുമോ കുഞ്ഞെ? വിളിച്ചവനെ കുറിച്ചുള്ള അറിവിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ? നിന്നെ വിളിച്ചത് ലോകത്തിലെ ഒരുത്തരമല്ല, നിന്നെ വിളിച്ചത് അഖിലാണ്ടത്തെ മുഴുവനും നിർമ്മിച്ചവനാണ്. നിന്നെ വിളിച്ചത് ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടവനാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന മഹാദൈവമാണ്. നിന്നെ വിളിച്ചതെന്ന് രാത്രി ആ വിളിയെ തിരിച്ചറിഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞൊരു ദൂതിനെ പിന്നെയും ദൈവസഭയോട് ആവർത്തിച്ച് പറയുന്നു. നഷ്ടപ്പെട്ടു പോയ ചില കൃപാവരങ്ങൾ, നഷ്ടപ്പെട്ടു പോയ അഭിഷേകം, നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ജീവിതം, നഷ്ടപ്പെട്ടു പോയ ചില നിയോഗങ്ങൾ ഈ രാത്രി ചിലർക്ക് ദൈവം കൈമാറുകയാണ്. ചിലർക്ക് ദൈവം യേശുവിന്റെ നാമത്തിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ, സ്തുതിച്ചാട്ടെ. ഉടകമനഗജന ധനഗജന ദുരികടക
അന്തരക്ഷ പ്രബന്ധനാദി ഉടകബലക ജനതര ഘടക. ആ നിയോഗത്തിന്റെ പുതപ്പ് ഈ തലമുറയിൽ വീഴട്ടെ. ആ നിയോഗത്തിന്റെ പുതപ്പ് ദൈവസഭയ്ക്കകത്ത് വീഴട്ടെ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ പ്രാപിക്കപ്പെട്ട അഭിഷേകത്തിന്റെ വലിപ്പം അറിഞ്ഞാൽ ആമേൻ. എലീശ പറയും, എനിക്ക് യോർദാൻ ഒരു വിഷയമല്ല. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കപ്പെട്ട അഭിഷേകത്തിന്റെ വലിപ്പം അറിഞ്ഞാൽ ശിംശോൻ പറയും, എന്റെ കയ്യിലിരിക്കുന്ന പച്ചത്താടിയല്ലാണ് ആമേൻ എന്റെ മുമ്പിൽ ആയിരക്കണക്കിന് ഫെലിസ്ത്യർ നിൽക്കുന്നു, അവൻ എനിക്കൊരു വിഷയമല്ല. അഭിഷേകത്തിന്റെ വലിപ്പം നിയോഗങ്ങൾ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരു പുത്തൻ അഭിഷേകം ചിലതിന്റെ മേൽ വീഴുന്നു കേട്ടോ. ഒരു പുതിയ അഭിഷേകം ചിലതിന്റെ മേൽ വീഴുന്നു. വിശ്വസിക്കുന്ന എത്ര പേരെന്ന രാത്രി ഇതിനകത്തുണ്ട്? അവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ, സ്തുതിച്ചു തുടങ്ങട്ടെ. ആത്മാവിനോട് പറയുന്നു, അന്യഭാഷയിൽ ആരാധിക്കുവാൻ കഴിയാതെ, പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, ആത്മാവിൽ ആരാധിക്കുവാൻ കഴിയാതെ പിശാച് കെട്ടിവെച്ച കെട്ടുകൾ ഇന്ന് രാത്രിയിൽ പൊട്ടട്ടെ. അവതരത്തെ കെട്ടിയത് ഇന്ന് രാത്രി പൊട്ടട്ടെ. ശരീരത്തെ കെട്ടിയത് ഇന്ന് രാത്രി പൊട്ടട്ടെ. അവൻ പ്രത്യക്ഷനായത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ. അവൻ പ്രത്യക്ഷനായത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ മന്ദിരമായ ശരീരത്തെ കെട്ടുവാൻ പിശാചിന് കഴിയത്തില്ല. ആത്മാവിനോട് പറയുന്നു, ഒരു തലമുറ ആരാധിച്ച് കയറിയെങ്കിൽ അടുത്തൊരു തലമുറയെ ഒതുക്കുമെന്ന് പറയുന്ന, ഒരു തലമുറ ആരാധിച്ച് ബന്ധനത്തെ പൊട്ടിച്ച് മിശ്രയും വിട്ടെങ്കിൽ അടുത്തൊരു തലമുറയെ മരുഭൂമിക്കകത്ത് ഒതുക്കുമെന്ന് പറയുന്ന പൈശാചിക വാദം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വാട്സാപ്പിന്റെ മുമ്പിലും ഫേസ്ബുക്കിന്റെ മുമ്പിലും സോഷ്യൽ മീഡിയയുടെ മുമ്പിലും സമയം കളയുന്ന തലമുറ പ്രാർത്ഥിക്കുവാൻ അവരെ അനുവദിക്കുന്നില്ല പിശാച്, ആരാധിക്കുവാൻ അവരെ അനുവദിക്കുന്നില്ല പിശാച്. എവിടെയൊക്കെയോ പിശാച് ചിലതിനെ കുടുക്കിയിട്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി പിശാച് വെച്ച നുഖങ്ങൾ യേശുവിൻ നാമത്തിൽ പോട്ടട്ടെ. ആയിരക്കണക്കിന് സുവിശേഷകന്മാർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ, മിഷണറിമാർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. അടുത്തൊരു തലമുറ ദൈവ മഹത്വം ചുമക്കാൻ എഴുന്നേൽക്കട്ടെ. ഓ യേശുവിന്റെ നാമത്തിൽ നിയോഗങ്ങൾക്കകത്ത് കയറാൻ അനുവദിക്കാതെ തലമുറയെ പുറകിലോട്ട് പിടിക്കുന്ന എല്ലാ ഇരുളിന്റെ ആധിപത്യങ്ങളും യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി പോട്ടട്ടെ. ആത്മാവിനോട് പറയുന്നു, ചിലതിന്റെ ആദരത്തെ കർത്താവ് തൊടുന്നു, ചിലതിന്റെ ആദരത്തെ കർത്താവ് തൊടുന്നു. യെസ്, ചിലതിന്റെ ആദരത്തെ കർത്താവ് തൊടുന്നു. അന്യഭാഷകൾ സംസാരിക്കേണ്ടതിന് ചിലതിന്റെ ആദരത്തെ കർത്താവ് തൊടുന്നു. ചിലതിന്റെ ഹൃദയദൃഷ്ടിയെ കുരുട് പിടിപ്പിച്ച ഇഹലോകത്തിന്റെ ചിന്തകൾ ഇന്ന് രാത്രി കർത്താവ് എടുത്ത് കളയുന്നു. നിന്റെ ഹൃദയത്തിനകത്തോട്ട് ഒരു ഭയങ്കര വെളിപ്പാടിനെ കർത്താവ് കൈമാറുന്നു. യേശുവിന് അധികാരമുള്ള നാമത്തിൽ യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഈ പട്ടണത്തെ ചലിപ്പിക്കാൻ, ഈ ദേശത്തെ തൊടാൻ ദൈവസഭയുടെ മേൽ ദൈവം ഒരു അധികാരം കൈമാറുകയാണ്. ദൈവിക പദ്ധതികളെ ചലിപ്പിക്കാൻ ലോകത്തിൽ അധികാരമുള്ളൊരു കൂട്ടമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സഭയാണ്. അർജനാദിയ യൗവനക്കാരെല്ലാം കർത്താവിനെ ആരാധിച്ച്, കുഞ്ഞുങ്ങളെല്ലാം കർത്താവിനെ ആരാധിച്ച് യേശുവിൻ്റെ നാമത്തിൽ ചില കെട്ടുകൾ ഇന്ന് രാത്രി പോട്ടട്ട. നിന്നെ വിളിച്ചവനെ തിരിച്ചറിഞ്ഞ് ആരാധിക്ക്. നിരാശകൾക്കകത്ത് തലമുറകളെ ഒതുക്കിയിട്ടിരിക്കുന്ന, പരാജയങ്ങൾക്കകത്ത് തലമുറകൾ ഒതുക്കിയിട്ടിരിക്കുന്ന എല്ലാ പൈശാചിക വ്യാപാരങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ പൊട്ടി മാറട്ടെ. ഇന്ന് പകൽ പൊട്ടി മാറട്ടെ. കർത്താവ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഏത് പരീക്ഷൻ തടഞ്ഞാലും, ഏത് സദൂക്യം തടഞ്ഞാലും, ഏത് ന്യായശാസ്ത്രിമാർ തടഞ്ഞാലും, കൂലിയായിരിക്കുന്നവളെ കെട്ടിനെ പൊട്ടിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ഒരുത്തനും തടയാൻ കഴിയാത്ത നിലകളിൽ ദൈവ മഹത്വം ചലിച്ചിരിക്കും. ഇന്ന് രാത്രിയിൽ ഈ തലമുറമേൽ ദൈവ മഹത്വം ചലിക്കട്ടെ. പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോയ, ദൈവകൃപ നഷ്ടപ്പെട്ടു പോയ ചിലതുണ്ട്.
ഇന്ന് രാത്രി നീ മടങ്ങി വാ, നീ മടങ്ങി വാ കുഞ്ഞെ, മടങ്ങി വാ. നിന്റെ മേലൊരു നിയോഗം കൈമാറാൻ ദൈവത്തിന്റെ ആത്മാവിന് പദ്ധതിയുണ്ട്. യെസ്, ആർധനാദരം ശ്രീനിയാംധര പ്രഭക്ഷ പ്രഭതപരഗതി ഉടകബലഗജനദലഘടകരം ശിബിദിവറബലഗജനധുനി ഉടബം ധേരിവക്ഷ പ്രബന്ധനാദി അടകജനദലഘടക കയറി വരട്ടെ, ശവ കയറി വരട്ടെ. പട്ടണത്തെ ചലിപ്പിക്കാൻ, പട്ടണത്തെ ചലിപ്പിക്കാൻ. ഇല്ല നീ തീർന്നു പോയി എന്ന് പറഞ്ഞത്, നീ അവസാനിച്ചെന്ന് പറഞ്ഞത്, ഇനി നിന്നിലൊരു ശുശ്രൂഷ ഇല്ല എന്ന് പറഞ്ഞത്, നിന്നിലൊരു നിയോഗമില്ല എന്ന് പറഞ്ഞ് പിശാച് മണ്ണിട്ട് മൂടിയെങ്കാലതകൾ ഉറവകൾ ദൈവസഭയ്ക്കകത്ത് തുറക്കപ്പെടട്ടെ. ദൈവത്തിന്റെ പദ്ധതി ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ട് വരട്ടെ. ഇനിയും ഒരു കൂട്ടത്തെ തൊടാൻ, ഇനിയും ഒരു ദേശത്തെ തൊടാൻ ദൈവസഭയുടെ മേൽ, ജനത്തിന്റെ മേൽ, അവിശുദ്ധന്മാരുടെ മേൽ ദൈവിക നിയോഗങ്ങൾ ചലിക്കട്ടെ. വിളിച്ചവനെ തിരിച്ചറിഞ്ഞ് ആമേൻ സ്തോത്രം. വിളിച്ചവനെ തിരിച്ചറിഞ്ഞ് ആരാധിക്കാൻ തയ്യാറാണ്, അത്ഭുതങ്ങൾ നടക്കുമെന്ന്. വിളിച്ചവനെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാണ്, അത്ഭുതങ്ങൾ നടക്കുമെന്ന്. യേശു അത് സംഭവിക്കട്ടെ. പ്രാപിച്ചേ. വർഷങ്ങൾക്ക് മുമ്പ് ഈ ദൈവസഭയ്ക്കകത്ത് കുഞ്ഞുങ്ങൾ പ്രവചിക്കുമായിരുന്നു, യൗവനക്കാർ പ്രവചിക്കുമായിരുന്നു. യേശു ആത്മതലം ഇതിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കുന്ന തലമുറ, വെളിപ്പാട് കാണുന്ന തലമുറ ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ. സാന്നിധ്യമുള്ളിടത്ത് മഹത്വം വെളിപ്പെടും, സാന്നിധ്യമുള്ളിടത്ത് മഹത്വം വെളിപ്പെടും. യെസ്, അങ്ങനെ തന്നെ സാന്നിധ്യമുള്ളിടത്ത് ആരാധന വെളിപ്പെടും, സാന്നിധ്യമുള്ളിടത്ത് പ്രാർത്ഥന വെളിപ്പെടും. അങ്ങനെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. കാരാഗ്രഹത്തിനകത്ത് ദൈവ സാന്നിധ്യമുണ്ട്, ആരാധന വെളിപ്പെടുമെന്ന് യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. പ്രിയരെ, വിളിച്ചവനെ തിരിച്ചറിയുക. എന്നെ എവിടേക്ക് പോകാമെന്ന് പറഞ്ഞാണോ വിളിച്ചേ, അവിടെ എത്തിക്കാൻ അവൻ വിശ്വസ്തനാണ്. ഗദരദേശത്തേക്ക് പോകുന്ന കർത്താവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ അടുക്കൽ വരുന്ന സാധാരണക്കാർക്ക് അവൻ ഉപമകളാൽ ദൈവരാജ്യം പറഞ്ഞു കൊടുക്കും, ശിഷ്യന്മാർക്ക് അതിൻ്റെ മർമ്മം പറഞ്ഞു കൊടുക്കും. മർമ്മം പറഞ്ഞു കൊടുത്താൽ ചില സമയത്ത് ശിഷ്യന്മാർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അവരെ നേരിട്ട് കൊണ്ടുപോയി ചില അത്ഭുതങ്ങളെ കാണിക്കും. ദൈവരാജ്യമായിരുന്നു കർത്താവിൻ്റെ പ്രസംഗ വിഷയം. സ്തോത്രം. ദൈവരാജ്യത്തിൻ്റെ ശക്തിയായിരുന്നു കർത്താവിൻ്റെ വിഷയമെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ പറഞ്ഞു കൊടുത്ത ശിഷ്യന്മാർക്ക് കാര്യമായിട്ടൊന്നും പിടികിട്ടിയിട്ടില്ലെന്ന് മനസ്സിലാക്കിയ കർത്താവ് അവരെയും വിളിച്ചുകൊണ്ട് നേരെ ഗദരദേശത്തേക്ക് പോവുക. 12 വള്ളാമയും പടകിൽ കയറ്റി ഗദരദേശത്തേക്ക് പോകുമ്പോഴത്താണ് പ്രതികൂലത്തിൻ്റെ കാറ്റങ്ങോട്ടടിച്ചത്. സ്തോത്രം. പടക് മുങ്ങത്തക്ക നിലകളിൽ ആമേൻ സ്തോത്രം കാറ്റിളകി തിരമാല പൊന്തി പടകിനെ മുക്കുമാറായി മുങ്ങിപ്പോകുമെന്നുള്ള സ്ഥിതി എത്തിയപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ വിചാരമില്ലയോ എന്ന് ചോദിച്ചു. മുങ്ങത്തില്ലെന്നേ. ആമേൻ സ്തോത്രം. മുങ്ങിയില്ലല്ലോ. ആമേൻ സ്തോത്രം. മുങ്ങിയില്ലല്ലോ, മുങ്ങാറായല്ലേ ഉള്ളൂ. മുങ്ങണമെങ്കിൽ ഉടയ തമ്പുരാൻ വിചാരിക്കണം. ആമേൻ സ്തോത്രം. മുക്കുവാനുള്ള ശ്രമങ്ങൾ പലതും പിശാച് നടത്തിയിരുന്നാലും മുങ്ങണേ അതിനകത്തുള്ളവൻ വിചാരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ആമേൻ ചിലതിൻ്റെ വിശ്വാസ ജീവിതത്തെ ചിലതിനെ മുക്കിക്കളയാൻ തകർത്തു കളയാനൊക്കെ ഒത്തിരി വെല്ലുവിളികൾ നടന്നിരിക്കും. പക്ഷെ നിന്നെ വിളിച്ചവൻ ആരെന്നുള്ള ബോധ്യത്തിനകത്ത് നിന്നാണ് നീ ദൈവത്തെ ആരാധിക്കുന്നതെങ്കിൽ ഒരു പിശാചിന് നിന്നെ തകർക്കാൻ പറ്റുകയില്ല. പരാജയം. വിളിച്ചവനെ തിരിച്ചറിഞ്ഞാൽ നിൽക്കുന്നെങ്കിൽ, ആരാധിക്കുന്നതെങ്കിൽ ഭയപ്പെടാൻ ഒന്നുമില്ലെന്ന് നല്ല ലാമ്യം പറഞ്ഞേ. ഒരു സഭ തകർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റി കൂടി കൈയടിക്കുന്ന ഒരു കൂട്ടമുണ്ട്. സഭയെന്ന ആമേ സ്തോത്രം മർമ്മം പോലും അറിഞ്ഞുകൂടാത്ത ചിലർക്ക് സംഘടനയാണ് വലുത്, കർത്താവിൻ്റെ ശരീരമായ സഭയല്ല വലുത്. ഞാനെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, കഴിഞ്ഞ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു വിഷയമുണ്ട്. കർത്താവെ, ഒരു പ്രസംഗകനായിട്ട് അവസാനിക്കരുത്, ഒരു പ്രവാചകനായിട്ട് അവസാനിക്കരുത്.
ഈ ശുശ്രൂഷ കാലമുള്ള ആയുസ് എടുക്കുന്നതിൻ്റെ മരിച്ച ഒരുത്തനെങ്കിലും ഉയർപ്പിക്കാൻ. ഞാൻ ദൈവസഭയിൽ പറയും, കുഞ്ഞേ, ഈ പട്ടണത്തിനകത്ത് മരിച്ച ഒരുത്തൻ നമ്മുടെ പ്രാർത്ഥനയിലോ ശുശ്രൂഷയിലോ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ പട്ടണം നമ്മുടെ പുറകിൽ നിൽക്കും. യേശു കർത്താവിന് വിരോധമായിട്ട് ബഥാന്യയിൽ എത്ര പ്രാവശ്യമാണ് പദ്ധതികൾ പിശാചൊരുക്കിയത്. യേശുവിനെ കല്ലെറിയുവാനും അടിക്കുവാനും നോക്കിയ ബഥാന്യയിൽ ലാസർ എന്ന് പറഞ്ഞ മനുഷ്യൻ മരിച്ചതിൻ്റെ 4-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പരീശന്മാർ പറഞ്ഞൊരു വാക്കുണ്ട്, ലോകമെല്ലാം അവൻ്റെ പിന്നാലെ. മരിച്ച ഒറ്റ ഒരുത്തൻ ഈ പട്ടണത്തിനകത്ത് ദൈവസഭ നിമിത്തം ഉയർത്തെഴുന്നേറ്റാൽ ഈ ഹോള് പോരാതെ വരും നമുക്ക്. ഞാൻ ദൈവസഭയെ പഠിപ്പിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കാനും മാത്രമല്ല കർത്താവ് അധികാരം തന്നത്. വചനം പറയുന്നു, നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും, ഭൂതങ്ങളെ പുറത്താക്കും, മരിച്ചവരെ ഉയർപ്പിക്കും. അത് ഈ തലമുറയിൽ നടക്കും. നല്ല രാമയം പറയാൻ പറ്റുമോ? നല്ല രാമയം പറയാൻ പറ്റുമോ? പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്കകത്ത് മരിച്ചവന് ഉയർത്തെഴുന്നേറ്റില്ലെങ്കിലും മരിക്കാറായവൻ ജീവിച്ചു വന്നിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഒരാമയം പറഞ്ഞാട്ടെ. ഒരു വാക്യം ഒന്ന് നിങ്ങൾ അറിവിലേക്കൊന്ന് വായിക്കാം. ദൈവസഭയുടെ അധികാരം എന്തെന്നുള്ള സ്തോത്രം ഒരു വാക്യം പെട്ടെന്ന് വായിച്ചേ. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളൊന്ന് പെട്ടെന്ന് വായിക്കാമോ? സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടക്കുന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനും ഈ കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. ദൈവരാജ്യത്തിൻ്റെ മർമ്മത്തെ ദൈവം വെളിപ്പെടുത്തും, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ശക്തിയെ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് സഭ എന്ന ശരീരത്തിലൂടെയാണ്. ഒരു ദൂതന് ദൈവരാജ്യത്തിൻ്റെ അധികാരം ഭൂമിയിൽ ചലിപ്പിക്കാൻ ദൈവം അധികാരം കൊടുത്തിട്ടില്ല. ദൈവരാജ്യത്തിൻ്റെ അധികാരം ഭൂമിയിൽ ചലിപ്പിക്കുന്നത് സഭയാണ്. സഭയ്ക്കാണ് അതിൻ്റെ അധികാരം. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയും അന്യഭാഷയിലും മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങിപ്പോകുന്നു. ദൈവരാജ്യത്തിൻ്റെ അധികാരത്തെ വെളിപ്പെടുത്തുവാനാണ് സ്വർഗം നമ്മളെ വിളിച്ചത്. ദൈവരാജ്യത്തിൻ്റെ അധികാരത്തെ ഭൂമിയിൽ ചലിപ്പിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. സ്തോത്രം പറഞ്ഞാട്ടെ. നല്ലൊരാമയും പറഞ്ഞാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിനോട് പറയുന്നു, ദൈവരാജ്യത്തിൻ്റെ അധികാരത്തെ ചലിപ്പിക്കുന്ന ചിലത് ഈ സഭയ്ക്കകത്തുണ്ട്. ദൈവരാജ്യത്തിൻ്റെ അധികാരത്തെ ചലിപ്പിക്കുവാൻ ചിലതിൻ്റെ മേലൊരു നിയോഗം ഇതിനകത്ത് വീണിട്ടുണ്ട്. കർത്താവിനോട് പറയുന്നു, എങ്ങനെയും ഒതുക്കിക്കളയുമെന്ന് വാദിക്കുന്ന പട്ടണത്തിൽ ദുർഭൂത ശക്തികളെ ആത്മാവിൽ വെട്ടാൻ ദൈവം ചിലരുടെ മേലൊരു അധികാരത്തെ കൈമാറിയിട്ടുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ദൈവസഭയ്ക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന, ദൈവിക പദ്ധതികൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഇരുട്ടിൻ്റെ തേർവാഴ്ചകളെ ആത്മാവിൽ വെട്ടാൻ ദൈവം ചിലതിൻ്റെ മേലൊരു അധികാരത്തിൻ്റെ വാള് കൈമാറിയിട്ടുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? പിതാവായ യോവാശ സ്ഥാപിച്ചു വച്ചതിനെ ആത്മാവിൽ വെട്ടിക്കളയാൻ മകനായ ഗിദയോന്റെ മേലൊരു അഭിഷേകം വെളിപ്പെട്ടതുപോലെ ചില പാരമ്പര്യ ശക്തികളെ വെട്ടാൻ, ചില പാരമ്പര്യ കുടിയിരിപ്പുകളെ വെട്ടാൻ ചിലതിൻ്റെ മേലൊരു നിയോഗം. മകൻ ദൈവശബ്ദം കേട്ടിട്ടും അപ്പൻ ദൈവശബ്ദം കേട്ടിട്ടില്ല. മകൻ ദൈവനിയോഗം തിരിച്ചറിഞ്ഞിട്ടും അപ്പൻ ദൈവനിയോഗം തിരിച്ചറിഞ്ഞില്ല. അപ്പൻ സ്ഥാപിച്ചു വച്ച ആശേര പ്രതിഷ്ഠയെയും ബാലിന്റെ ബലിപീഠത്തെയും ഒറ്റ രാത്രി കൊണ്ട് ആത്മാവിൽ ഇടിച്ചു കളഞ്ഞ മനുഷ്യൻ ഇന്ന് രാത്രി ആത്മാവിനോട് പറയുന്നു, അവിടെ കൊണ്ട് തീരുന്നില്ല. മിഥ്യാന്യ പാളയത്തെ മറിക്കാൻ ഒരു യവത്തപ്പം പോലെ ഉരുണ്ടു വന്ന ഗിദയോൻ
ഞാൻ പറഞ്ഞത് യുവക്കൾക്ക് മനസ്സിലായോ? മോൻ ദൈവശബ്ദം കേട്ടിട്ടും അപ്പൻ ദൈവശബ്ദം കേട്ടില്ല. മോൻ ദൈവരാജ്യത്തിൻ്റെ വെളിപ്പാടിനകത്ത് കയറിയിട്ട് അപ്പൻ കയറിയില്ല. അപ്പനിപ്പോഴും ബാലിന് ധൂപവും കാണിച്ച് നടക്കുക. അപ്പൻ സ്ഥാപിച്ചതിനെ ഒറ്റ രാത്രി കൊണ്ട് ഗിദെയോൻ വെട്ടി. എങ്ങനെയെന്നറിയാവോ? കൂടെയുള്ളവൻ്റെ വലിപ്പം തിരിച്ചറിഞ്ഞപ്പോൾ. ഒറ്റ ചോദ്യമാണ് ദൈവത്തിൻ്റെ ദൂതൻ ചോദിച്ചു, അല്ലയോ പരാക്രമശാലിയെ, ദൈവം നിന്നോടുകൂടിയുണ്ട്. ഈ കൂടെയുള്ളവനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഏതവൻ സ്ഥാപിച്ചു വച്ചതിനെ ആത്മാവിൽ വെട്ടാനൊരു അഭിഷേകം അങ്ങോട്ട് കയറും. അതാ ഞാൻ പറഞ്ഞ കൂടെയുള്ളവനെ തിരിച്ചറി, കൂടെയുള്ളവനെ തിരിച്ചറി, നിന്നെ വിളിച്ചവനെ തിരിച്ചറി. യേശുവിൻ്റെ നാമത്തിൽ എത്ര വലിയ കുടിയിരിപ്പ് ശക്തിയാണെങ്കിലും, എത്ര വലിയ ആഭിചാരത്തിൻ്റെ ശക്തിയാണെങ്കിലും, എത്ര വലിയ മന്ത്രത്തിൻ്റെ ശക്തിയാണെങ്കിലും, യേശുവിൻ്റെ നാമത്തിൽ കൂടെയുള്ളവൻ്റെ വലിപ്പം ഒന്ന് തിരിച്ച് യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ആ ദൈവ നിയോഗം ഇതിനകത്ത് ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചില കുടിയിരിപ്പുകളെ വെട്ടാൻ, ചില ദേശാന്തരിക മണ്ഡലങ്ങളെ വെട്ടാൻ ദൈവം ഒരു അഭിഷേകം നമ്മുടെ മേൽ ഇട്ടിട്ടുണ്ട്. അപ്പൻ കേൾക്കാത്ത ദൈവശബ്ദം മകൻ കേട്ടു. അവനെ ധൈര്യപ്പെടുത്തി ഒറ്റ കാര്യമായിരുന്നു, അല്ലയോ പരാക്രമശാലിയെ, ദൈവം നിന്നോട് കൂടിയുണ്ട്. ഒറ്റ വാക്ക് പറഞ്ഞില്ല. ഇത് എന്നാ പരാക്രമം, ഇത്ര വലിയ പരാക്രമം എന്നാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്തോത്രം. പരാക്രമം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്തിരിച്ചക്കിനൊരുക്കി വെച്ച് ഗോതമ്പ് മെതിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, മിദ്യാനും കിഴക്കേ ദേശക്കാരും അമാലേക്കരും കയറി വരുന്നെങ്കിൽ അവർ ഗോതമ്പ് കളത്തിലേക്ക് കയറി വരത്തുള്ളൂ. മുന്തിരിയുടെ സീസൺ അല്ലാത്തത് കൊണ്ട് അവരതിനെ ഒഴിഞ്ഞു പോകും. പക്ഷേ ഗിദെയോനൊരു കാര്യം മനസ്സിലായി, ഇവൻ കയറി വരുന്നത് മുന്തിരി കളത്തിൽ, സ്തോത്രം, ഗോതമ്പ് മെതിക്കുന്നില്ലെങ്കിൽ ഗോതമ്പ് കളത്തിലേക്ക് കയറി വരത്തുള്ളൂ, ആ പാടത്തിലേക്ക് ഇവൻ കയറി വരത്തുള്ളൂ. അതുകൊണ്ട് സ്തോത്രം കൊയ്തെടുത്ത് വെച്ച് മെതിക്കാതെ കൊയ്തതിനെ കറ്റകളാൽ വാരിക്കെട്ടി മുന്തിരിച്ചക്കിനരിക വെച്ച് ഗിദെയോൻ മെതിക്കുമ്പോൾ അവൻ്റെ അകത്ത് വന്നൊരു ചിന്ത എന്താണെന്നറിയുമോ? ഈ ദേശത്തിലെ ആരുടെയൊക്കെ നന്മ പിശാച് കൊണ്ടുപോയിരുന്നാലും എനിക്കുള്ളതിൽ നിന്നൊരു നെൽമണി ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് രാത്രി മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ, അല്ലയോ പരാക്രമശാലിയെ, സ്തോത്രം, ഗോതമ്പിനെ മുന്തിരിച്ചക്കിനരികെ വെച്ച് ഒരുത്തനും മെതിച്ചിട്ടില്ല. അങ്ങനെ ഒരു ജ്ഞാനം നിനക്ക് എവിടെ നിന്ന് കിട്ടി? അവനറിയാം ഒരു കാര്യം മനസ്സിലായി, ഈ ദേശത്തിൻ്റെ നന്മയെ പിശാച് കൊണ്ടുപോകുക. ഞാൻ കഴിഞ്ഞ ആഴ്ച ചർച്ചിൽ പറഞ്ഞു, സ്തോത്രം, ഇസ്രായേൽ ജനത്തിൻ്റെ നന്മകളെ ജാതികളല്ലാതെ 3 ജീവികൾ കൂടി കൊണ്ടുപോയിട്ടുണ്ട്. ഏതൊക്കെ? തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴുവും. തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴുവൊക്കെ പല ആവർത്തി ഇസ്രായേലിൻ്റെ നന്മകളെ കൊണ്ടുപോയി. അവ തീറ്റി ഇല്ലാതെ കളഞ്ഞു. ഞാൻ കഴിഞ്ഞ ആഴ്ച ചർച്ചയിൽ പറഞ്ഞുകൊണ്ട് തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴുവുമാണ് ഇസ്രായേലിൻ്റെ നന്മ കൊണ്ടുപോയതെങ്കിൽ പുതിയ നിയമം ഇസ്രായേലിൻ്റെ നന്മകൾ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ മൈക്രോ ഫിനാൻസ് കമ്പനികൾ നിനക്കുള്ളതിനെല്ലാം മുടിച്ചുകൊണ്ട് പോവുക. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു അങ്കിളിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറഞ്ഞു, പാസയെ, ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേ എനിക്ക് വയറ്റിൽ 3 കല്ല് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞെന്ന്. 3 കല്ല്. ഞാൻ പറഞ്ഞു കൊള്ളാം. അടുത്ത ചോദ്യം ചോദിച്ചു, 3 കല്ലുണ്ട് ഡോക്ടർ, എത്ര മാസമായി ദശാംശം കൊടുത്തിട്ട്? കറക്റ്റ് ദശാംശം കൊടുത്തിട്ട് എത്ര മാസമായി? അന്നേരം ഇങ്ങനെ തലേന്ന് ചൊറിയുക. ഞാൻ പറഞ്ഞു, ദൈവനാമത്തിന് കൊടുക്കാതെ കഴിച്ചാലെങ്കിൽ അതൊക്കെ കല്ലാവും. നിങ്ങളെല്ലാം കൊടുക്കുന്നവരാ. ചിലരിയ്ക്കുമ്പോഴേ അറിയാം നല്ലോണം കൊടുക്കുന്നവരാന്ന്. ദൈവനാമത്തിലുള്ള ദൈവനാമത്തിനും കൊടുക്കണം. നന്മയെ അപകരിച്ചുകൊണ്ട് പോകുന്നത് പോലെ തന്നെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ കെട്ടുന്ന 3 കെട്ടുകൾ കിടപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ചർച്ച പറഞ്ഞപ്പോഴത്തേന് ചിലർക്കങ്ങ് ചിരിയായി. ഉള്ളവരാ ചിരിച്ചത്. സ്തോത്രം, തുള്ളനും വെട്ടുകിളിയും പച്ചപ്പുഴുവും കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞ പോലെയാണ് ചിലർക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ കയറി ഇരിക്കുന്നത്. പിശാച് വെച്ച നുഖങ്ങൾ ആത്മാവിൽ പൊട്ടണം. രാവിലെ നമ്മൾ വായിച്ചൊരു വാക്യമുണ്ട്, സ്തോത്രം, നിൻ്റെ ബന്ധനം മുറുകിപ്പോകാതിരിക്കേണ്ടത് നീ പരിഹാസിയാകരുതെന്ന്. ബന്ധനത്തെ മുറുക്കുന്ന പരിഹാസങ്ങളെ നിർത്തിയിട്ട് സ്തോത്രം, ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തോട്ട് കയറി നിൽക്കാൻ മനസ്സുണ്ടെങ്കിൽ വിടുതലിനെ തമ്പുരാൻ ചെയ്യും. നല്ലൊരാമയും പറഞ്ഞാട്ടെ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ബ്രദർ ഒരു പ്രയറിന് വന്നു. അദ്ദേഹം സ്നാനപ്പെട്ട ആളൊന്നുമല്ല. ഞാൻ ചിലയിടങ്ങളിലൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോകും.
ഇന്നലെ എന്നോട് പറയാം, പാസ്റ്റർ ഞാൻ ശക്തമായി പ്രാർത്ഥിക്കുമായിരുന്നു, ഇപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഞാൻ ദൈവസഭയ്ക്കകത്ത് നിന്നാണ് പറയുന്നത് കേട്ടോ. ഈ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട പ്ലാറ്റ്ഫോമിൽ നിന്ന് പറഞ്ഞത്, കെട്ടുകഥ ഉണ്ടാക്കി പറയുന്നതല്ല. ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞ കാര്യമാണ്. സ്തോത്രം. കല്ലിയോടെന്ന് പറഞ്ഞ സ്ഥലത്ത് നെടുമങ്ങാട് പുത്തമ്പാലത്ത് നകത്തോട്ട് പോകും. കല്ലിയോടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ദൈവസഭയ്ക്കകത്ത് സ്തോത്രം ഞാൻ പോയി. അദ്ദേഹത്തെ കൊണ്ടുപോയി. എന്നോട് പഴയതുപോലെ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല പാസ്റ്റേ. ഞാൻ പറഞ്ഞു, ബ്രദറെ എത്ര വർഷം കൊണ്ടാണ് ദൈവവചനം കേൾക്കുന്നത്? എന്നോട് പറഞ്ഞ് ഒത്തിരി വർഷമായി പാസ്റ്റേ. സ്നാനപ്പെട്ടായിരുന്നോ? ഓ അതില്ല പാസ്റ്റർ. ഞാൻ പറഞ്ഞു, എന്നാ തടസ്സം എന്നാ? സ്നാനപ്പെടാൻ തടസ്സം എന്നാ? അടുത്തുടനെ പുള്ളി എന്നോട് പറഞ്ഞത്, ഒരു വീടൊക്കെ വച്ചതിന് ശേഷം സ്നാനപ്പെടാമെന്നാണ് വിചാരിക്കുന്ന പാസ്റ്ററെ. ചില പറയുന്ന ഒരു ജോലിയൊക്കെ ആയിട്ട് സ്നാനപ്പെടാം, ഒരു വീട് വച്ചിട്ട് സ്നാനപ്പെടാം. ഒരുത്തനോട് ഒരു ആൻറ്റി എന്നോടൊന്ന് പറഞ്ഞ്, പാസ്റ്റർ എൻ്റെ മോനെ ഇത്രയും പ്രായമായി, അവന് സ്നാനപ്പെടുന്നില്ല, ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഞാൻ അവന് വീട്ടിൽ ചോദിച്ചു, മോനെ നീ എന്നാടാ സ്നാനപ്പെടാത്ത? എന്ന് ഞാനൊരു ഡൂക്ക് ബൈക്ക് വാങ്ങുമോ അന്ന് സ്നാനപ്പെടും. ദൈവരാജ്യത്തിൽ പോകാൻ ഡൂക്ക് ബൈക്കും കൊണ്ട് നീ ദൈവരാജ്യത്തിൽ പോകത്തില്ല, അത് കയറത്തില്ല. സ്തോത്രം. ചിലത് കിട്ടി സ്നാനപ്പെടാം. കുഞ്ഞെ, ദൈവം നിനക്ക് തരുന്നൊരവസരത്തെ നീ നഷ്ടപ്പെട്ടു തരും. സ്തോത്രം. ഞാൻ ഈ ഓർഫണിലേക്ക് ജീവിച്ച് ഒത്തിരി ദാരിദ്ര്യവും പട്ടിണിയും ഞെരുക്കവും ഒക്കെ ആയതുകൊണ്ട് ജീവിതത്തെ ഒരുപാട് വെറുത്ത, കുഞ്ഞുനാളിൽ ഒത്തിരി വെറുത്ത ഒരു മനുഷ്യനാണ് ഞാൻ. എല്ലാവരോടും ഒരു മത്സര സ്വഭാവമായിരുന്നു എനിക്ക്, എല്ലാത്തിനും പ്രതികരിക്കുന്നൊരു സ്വഭാവം. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം പൈസ പെട്ടെന്നുണ്ടാകണമെന്നായിരുന്നു. അപ്പം ഞാനും കൊള്ളരുതാത്ത വഴിയിലേക്ക് 2-3 വർഷം നീങ്ങിയിട്ടും സ്തോത്രം ഒരു കേസിനകത്തും വഴക്കിനകത്തും പ്രശ്നത്തിനകത്തും അകപ്പെടാതെ എൻ്റെ കഴിവൊന്നല്ലായിരുന്നു. രാത്രി 1 മണിക്ക് കയറി ചെന്നാലും 2 മണിക്ക് കയറി ചെന്നാലും എൻ്റെ അമ്മ സ്തോത്രം ഒരു പായ്ക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ഈ തേനീച്ചയുടെ കൂടിനൊരു പ്രത്യേകതയുണ്ട്. കാക്കയുടെ കൂടും കുയിലിൻ്റെ കൂടൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരനക്കവും കാണത്തില്ല. പക്ഷേ തേനീച്ചയുടെ കൂട് നേരെ തിരിച്ചാണ്. ഏത് പാതിരാത്രി ആ കൂട്ടിനടുക്കൽ ചെന്നാൽ ഒരു മൂളിച്ച ഉണ്ടാകും. ഏത് പാതിരാത്രി ഒരു മൂളിച്ച ഉണ്ടാകും. അതുകൊണ്ടാണ് ദെബോറ എന്ന വാക്കിൻ്റെ അർത്ഥം തേനീച്ച എന്നാക്കിയത്. സ്തോത്രം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പ്രാർത്ഥനയുടെ മൂളിച്ചമുണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? പ്രാർത്ഥനയുടെ മൂളിച്ച അവളുടെ ജീവിതത്തിനകത്തുള്ളത് കൊണ്ട് ബാരാക്ക് മിന്നലിൻ്റെ ശുശ്രൂഷ ചെയ്യും. പ്രാർത്ഥന എവിടെയുണ്ടോ അവിടെ മിന്നലിൻ്റെ ശുശ്രൂഷ വെളിപ്പെടും. ഞാൻ പറയാം സഹോദരങ്ങളെ, സ്നാനപ്പെടുവാൻ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നത് 19-ാമത്തെ വയസ്സിൽ കർത്താവ് എനിക്കിത് വിടുതലെല്ലാം ഞാൻ മറന്നു. 19-ാമത്തെ വയസ്സിൽ ലോകത്തിൻ്റെ സ്തോത്രം അഴുക്കുകളിലേക്ക് ഇങ്ങനെ നീങ്ങി ഇങ്ങനെ പോവുക. സ്തോത്രം. എൻ്റെ അമ്മ, ഞാൻ 5.5 വയസ്സ് വരെ നടക്കാതിരുന്നിട്ട് അമ്മയുടെ പ്രാർത്ഥന കാരണം ഞാൻ നടന്നു. അവസാനം എൻ്റെ മോശ സ്വഭാവങ്ങൾ കണ്ടിട്ട് എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യം, ഇടാം, നീ പണ്ടത്തെ പോലെ നടക്കാതെ ഒരുത്തനായിരുന്നെങ്കിലും എനിക്ക് പ്രയാസമില്ലായിരുന്നു. എന്നാൽ എൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു അമ്മ പറയണമെങ്കിൽ ഞാൻ മുഖാന്തരം ഉണ്ടാകുന്ന വേദന എന്തോരമായിരിക്കണം. ഒരു ദിവസം വിസിറ്റിങ്ങിന് എൻ്റെ ദൈവദാസൻ വീട്ടിൽ വന്നു. പാസ് വരുന്നെന്ന് അറിഞ്ഞ് ഞാൻ ഏതെങ്കിലും വഴിക്ക് അങ്ങ് പോകും. കാരണം കാണുമ്പോഴെല്ലാം പറയുന്നൊരു വാക്കുണ്ട്, സ്നാനപ്പെടണമെന്ന്. അതുകൊണ്ട് ഏതെങ്കിലും വഴിക്ക് ഞാനങ്ങ് പോകും. അന്ന് പോകാനൊന്നും പറ്റിയില്ല. സ്തോത്രം. പാസ് പെട്ടെന്ന് വന്ന് കയറി. ആ രാത്രി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോനെ അടുത്ത മാസം നീ സ്നാനപ്പെടണം, അടുത്ത മാസം നീ സ്നാനപ്പെടണം. എനിക്ക് പെട്ടെന്നത് ഉൾക്കൊള്ളാൻ പറ്റിയൊന്നുമില്ല. പക്ഷേ ആ വാക്കെൻ്റെ ഹൃദയത്തിനകത്ത്, ഒത്തിരി പുള്ളിയുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്, ഞാൻ ഒത്തിരി ഉപദേശിച്ചിട്ട്, പക്ഷേ ആ വാക്കെൻ്റെ ഹൃദയത്തിനകത്ത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അടുത്ത മാസം സ്നാനപ്പെടണം. അതൊരു നിയോഗത്തിൻ്റെ വർത്തമാനമായിരുന്നു. ആ വാക്കിന് ഞാൻ ഏറ്റെടുത്തു, ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ലോകത്തിൻ്റെ അഴുക്കിനകത്ത് ജീവിച്ച, സ്തോത്രം, ഒരു വല്ലാത്ത സ്വഭാവത്തിനകത്ത് ജീവിച്ചെന്ന് പറഞ്ഞാൽ, പണ്ട് ഈ കാർഗോസിൻ്റെ വള്ളിയൊക്കെ ഉള്ള, ഒത്തിരി വള്ളിയും പോക്കറ്റുള്ള പാൻ്റൊക്കെ ഉണ്ട്. സ്തോത്രം. ഇതിനകത്തെല്ലാം ഒന്ന് ബീഡി, സിഗരറ്റ്, ഷംപൂ, പാൻപരാക്കി എല്ലാം 2 പോക്കറ്റിലും കാണും. സഞ്ചരിക്കുന്ന പെട്ടിക്കടയെന്നാണ് വിളിക്കുന്നത്. അങ്ങനെയായിരുന്നു സ്വഭാവം. 19-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ചായക്കടയിൽ കയറി കൂട്ടുകാർ കളിയാക്കി. എന്ന് പറഞ്ഞാൽ മീശയും താടിയൊന്നും വെച്ച് കഴിഞ്ഞാൽ സ്നാനം തരത്തില്ല, വെള്ളം ഇടാനേ പാടുള്ളൂ. മീശയെല്ലാം എടുത്ത് സ്തോത്രം ക്ലീൻ ചെയ്യാൻ പിറ്റേ ദിവസം രാവിലെ വന്നപ്പോഴത്തേന് പാസ്റ്റർ ഇത് വിളിച്ച് കളിയാക്കി. 6 മണിക്ക് ഒരു ചായക്കടയിൽ വന്ന് ഒരു ചായ മേടിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു ദൈവശബ്ദം കേട്ടു, നീ വേർതിരിക്കപ്പെട്ടവൻ. ആ കടവരാന്തയിൽ വെച്ച് എൻ്റെ ജീവിതം ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു.
അതുകൊണ്ട് കൂട്ടുകാരൊന്നും എത്തപ്പെടാത്ത മേഖലകളിൽ തമ്പുരാൻ എത്തിച്ചു. സ്തോത്രം. അവർക്കാർക്കും പിടിച്ചെടുക്കുവാൻ കഴിയാത്ത ദൈവിക വാഗ്ദത്തങ്ങളെ പിടിക്കാൻ കഴിഞ്ഞു. ഞാൻ പറയാം, നിനക്ക് തരുന്ന അവസരം നീ നഷ്ടമാക്കല്ല കുഞ്ഞെ. ദൈവശബ്ദം കേട്ടിട്ട്, ദൈവവചനത്തെ കേട്ടിട്ട് സ്നാനപ്പെടുവാൻ, അതിനോട് ആ കൽപ്പന അനുസരിക്കാൻ വിരക്തി കാണിച്ച് നീ മാറി നിൽക്കരുത്. സ്നാനപ്പെടുവാൻ ഇന്ന് രാത്രി ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സമർപ്പിക്കണം. ദൈവിക പദ്ധതികൾക്ക് വേണ്ടി നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പണി നിൻ്റെ മേൽ നടക്കും. നല്ലൊരാമയും പറഞ്ഞാട്ടെ, നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. ഞങ്ങളതങ്ങ് കട്ടിയായിട്ട് അങ്ങനെ പറയുന്നില്ല, ഞാൻ സാധാരണമായിട്ടങ്ങ് പറഞ്ഞു പോകുന്നതാണ്. ദൈവവചനം കേട്ടിട്ടുണ്ടോ? ദൈവവചനം നീതിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? സ്നാനം നീതിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? എന്നാൽ നീ സ്നാനപ്പെടാൻ വൈകരുത്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി നിന്നെ സമർപ്പിക്കണം. നല്ലൊരാമയും പറഞ്ഞാട്ടെ. എൻ്റെ മൂത്ത ജ്യേഷ്ഠച്ചാർ മൊത്തം ഭയങ്കര പ്രശ്നമായിരുന്നു. അവൻ്റെ എൻ്റെ 9 വയസ്സിൽ മൂത്തത്. അവൻ്റെ നേരെ നിന്നൊന്നും സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നേർക്ക് നിന്ന് സംസാരിച്ച് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പുള്ളി ആ കൈ എത്തി അങ്ങ് അടിക്കും. അത് ഞാൻ പാസ്സായെന്ന് നോക്കത്തൊന്നുമില്ല, അത്ര ദേഷ്യക്കാരനായിരുന്നു. വല്ലാത്തൊരു പ്രാകൃത സ്വഭാവത്തിനകത്ത് ബന്ധിക്കപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് കടക്കാരനായി ഉള്ള വസ്തുവൊക്കെ വിറ്റ് കുടുംബമൊക്കെ പിണങ്ങിപ്പോയി 6 വർഷം കൊണ്ട് മാറി നിൽക്കുകയാണ്. ഒരു ദിവസം രാവിലെ എനിക്ക് തോന്നി ഇദ്ദേഹത്തെ ചർച്ചിൽ ചെന്ന് വിളിക്കണമെന്ന്. ഞാൻ പേടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇദ്ദേഹം എന്ത് ചെയ്യും, എന്ത് പറയുമെന്ന് അറിയത്തില്ല. എങ്കിലും ഞാൻ പറഞ്ഞു, നീ എന്നോട് കൂടെ ചർച്ചിൽ വരണം. എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. എന്നെ ഇങ്ങനെ ചർച്ചിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ നോക്കി. അന്നേരം ഞാനങ്ങ് ഡൗണായി, എന്നാ സംഭവിക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ പുള്ളി എന്നോട് ചർച്ചിൽ വന്നു. അന്ന് കാട്ടാക്കട വിസ്മയ എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ മുകളിൽ ബാങ്കറ്റ് ഹാളുണ്ട്, അവിടെയാണ് ഞങ്ങൾ ആരാധന നടക്കുന്നത്. എൻ്റെ കൂടെ ചർച്ചിൽ വന്നു, ദൈവവചനം കേട്ടു. പിറ്റേ ദിവസം ഓട്ടോമാറ്റിക്കായിട്ട് ചർച്ചിൽ വന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം. എന്നോട് കൂടെ 7 ദിവസം ഉപവാസം ഇരുന്നു, സ്നാനപ്പെട്ടു. അടുത്തൊരു 7 ദിവസം ഉപവാസം വെച്ച സമയത്ത് ഒരു വലിയ ബാഗുമായിട്ട് ചർച്ച് ഹോളിലോട്ട് വരിക. ഞാൻ പറഞ്ഞു, എന്നാ ബാഗൊക്കെ ആയിട്ട് വരുന്നേ? എനിക്ക് ഈ സ്തോത്രം ഈ ആലയത്തിനകത്ത് നിന്ന് തന്നെ ഉപവസിക്കണം, വേറെ ആരും കാണത്തില്ല, അദ്ദേഹം മാത്രമേ ചർച്ചിൽ കാണത്തുള്ളൂ. ഉപവാസം കഴിയും, അദ്ദേഹം അവിടെ കിടക്കും, രാവിലെ ഒഴിച്ച് പ്രാർത്ഥിക്കും. 4 തൊട്ട് 6 മണി വരെ ഞങ്ങളുടെ ചർച്ചിൽ പ്രാർത്ഥനയുണ്ട്. ഈ ഇടയ്ക്ക് മഴയും ഇത്തിരി പ്രശ്നങ്ങൾ വന്നേ പിന്നെ മാറ്റി വെച്ചില്ലെങ്കിൽ 4:30 തൊട്ട് 6 മണിയുടെ എല്ലാ ദിവസവും ചർച്ചിൽ പ്രാർത്ഥനയുണ്ട്. 6-7 കിലോമീറ്റർ ദൂരമുണ്ട് അദ്ദേഹത്തിന്. മഴയാണെങ്കിലും തണുപ്പായാലും അദ്ദേഹം ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരും. 7 ദിവസം ഉപവാസം ഇരുന്ന് അദ്ദേഹം 6-ാമത്തെ ദിവസം രാത്രിയിൽ അഭിഷേകം പ്രാപിച്ചു. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ വേലയ്ക്കൊരു കൈത്താങ്ങായി അദ്ദേഹം നിൽക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതിക്ക് കൊണ്ട് നീ കയറിക്കഴിഞ്ഞാൽ തകർന്നു പോയി നിന്നെ പണിയാൻ കർത്താവിന് പറ്റും. 6 വർഷം കുടുംബജീവിതം നഷ്ടപ്പെട്ട് ഒരിക്കലും തിരിച്ചു വരത്തില്ല. 2 പേരും ഡിവോഴ്സ് പേപ്പർ കൊടുത്തതാണ്. എന്നാൽ ഇവൻ എന്ന് അഭിഷേകം പ്രാപിച്ച് ദൈവാത്മാവിൽ നിറയപ്പെട്ടോ അതിൻ്റെ 3-ാമത്തെ ആഴ്ച ഒരിക്കലും വരത്തില്ലെന്ന് പറഞ്ഞ ചേട്ടത്തി മടങ്ങി വന്നു. എവിടെയാണോ പിശാച് നിന്നെ തകർക്കാൻ നോക്കുന്നേ, ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തോട്ട് നീ കയറിയ തമ്പുരാൻ നിന്നെ പണിയും. നല്ലൊരാമയും പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ഞാൻ മടങ്ങി വരാൻ പ്രിയരെ, ഒന്ന് നമ്മുടെ വിളിച്ചവനെ നമ്മൾ തിരിച്ചറിയുക. അഭിഷേകത്തൊക്കെ തിരിച്ചറിഞ്ഞാൽ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് സംസാരിക്കാനുണ്ട്. അവസാനം പറഞ്ഞ പോയിന്റിലേക്ക് മടങ്ങി വരാം. നമ്മുടെ പുത്രത്വത്തെ തിരിച്ചറിയുക. പുത്രത്വം തിരിച്ചറിയുക. യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഉപമ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അതിന് ഇളവിന് ഇത്തിരി മോശപ്പെട്ടവനായിരുന്നു. അവൻ്റെ സ്വഭാവമേ വളരെ ചെറുപ്പത്തിൽ ഇത്തിരി മോശമായിരുന്നു. അവൻ അപ്പനോട് ഇച്ചിരി പ്രായമായപ്പോൾ പറഞ്ഞപ്പോൾ എനിക്കുള്ള അവകാശം എനിക്കിതാ, എനിക്കുള്ള ഓഹരി എനിക്കിതാ. അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ യഹൂദന്മാർക്കിടയിൽ ഓഹരി വിഭാഗിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നാണം കെട്ടൊരു പരിപാടിയാണ്. പക്ഷേ അവനതൊന്നും നോക്കിയില്ല. അപ്പൻ്റെ അവകാശം എനിക്കുള്ളതാണെന്നുള്ള അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു, എൻ്റെ അവകാശം, എൻ്റെ ഓഹരി എനിക്ക് തരാൻ പറഞ്ഞു. അവനോട് പ്രതികരിക്കാൻ നിൽക്കാതെ അവൻ്റെ അവകാശത്തെ, അവനുള്ള ഓഹരി അപ്പൻ കുടുംബത്തിനകത്തൊന്നും കൊടുത്തു. അവനത് വിറ്റിട്ട് ദൂരദേശത്തേക്ക് പോയി. ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു. അന്യായമായിരിക്കുന്ന ബന്ധങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ബന്ധനങ്ങളെല്ലാം ബന്ധനങ്ങളായി മാറി. സ്തോത്രം. അവസാനം ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിർവാഹമില്ലാതെ സകലതും തകരപ്പെട്ടവനായി, നഷ്ടപ്പെട്ടവനായി, ഒരു നേരത്തെ ആഹാരത്തിന് പന്നിയെ മേയ്ക്കുന്ന, പന്നിയെ വളർത്തുന്ന ഒരു യജമാൻ്റെ അടുക്കൽ ചെന്ന് ആഹാരം ചോദിച്ചപ്പോൾ യജമാനൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും കുഞ്ഞെ, ഈ പന്നികളെ ഇന്ന് പകൽ മുഴുവനും മേയിച്ചു കഴിഞ്ഞാൽ, തീറ്റിക്കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും തരാം. അവസാനം വയറ് വിശന്നിട്ട് പന്നികൾക്ക് കൊടുക്കുന്ന വാളവരെയെങ്കിലും ഭക്ഷിച്ച് പടക്കാമെന്ന് ചിന്തിച്ചു. അതും അവന് കിട്ടിയില്ല. അങ്ങനെ ജീവിതം മുഴുവനും തകർന്നും വലഞ്ഞും. ഇനി ജീവിതത്തിൽ ഒരു നിലവിലും രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. മുഴുവൻ വാതിലുകളും അടഞ്ഞ് ജീവിതത്തിൽ സ്തോത്രം മുഴുവൻ ഞെരുക്കങ്ങളായി, എങ്ങോട്ടും പോകുവാൻ മാർഗമില്ല, ഒരു നേരത്തിന് ആഹാരത്തിന് നിർവാഹമില്ല, ജീവിതം മുഴുവൻ തകരപ്പെട്ടവൻ. അവസാനം ഒരു ചിന്ത അവൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ പോകും. പുത്രത്വത്തെ എന്നാണ് തിരിച്ചറിയുന്നത്?
അന്നാണ് നമ്മുടെ വിടുതൽ നടക്കുന്നത്. ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ പോകും, എന്നിട്ട് പറയാപ്പാ, നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു, നിന്റെ വേലക്കാരിൽ ഒരുവനെ പോലെ എന്നെ കാണണം. ഞാൻ ചോദിക്കട്ടെ, ഈ എല്ലാം നഷ്ടപ്പെട്ട സകലതും നശിപ്പിച്ച് കളഞ്ഞ ഈ മകൻ ഈ വീട്ടിലോട്ട് എന്നാ ബന്ധത്തിൻ്റെ പേരിലാണ് കയറി ചെല്ലുന്നേ? എല്ലാം നശിപ്പിച്ച് കളഞ്ഞവനല്ലേ, എല്ലാം മുടിച്ചു കളഞ്ഞവനല്ലേ? അപ്പം കൊടുത്ത ഈ അവകാശം മുഴുവനും നഷ്ടമായെങ്കിലും പുത്രത്വം നഷ്ടപ്പെട്ടിട്ടില്ല. പുത്രത്വം നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൻ കൊടുത്ത അവകാശങ്ങളെല്ലാം നഷ്ടമാക്കി, എല്ലാം വിറ്റ് മുടിച്ചു നശിപ്പിച്ചു കളഞ്ഞു. പക്ഷെ നഷ്ടപ്പെടാത്ത ഒന്നാണ് പുത്രത്വം. അപ്പൻ്റെ ഭവനത്തിലേക്ക് അവനെ മടക്കി വരുത്തിയത് പുത്രത്വമാണ്. ആമേൻ. അപ്പൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അവൻ്റെ മകൻ്റെ വരവും കാത്തിരിക്കുന്ന അപ്പൻ മകൻ ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോഴേ അപ്പന് മനസ്സിലായി ഇത് മറ്റാരുമല്ല, മകൻ തന്നെ. ഒത്തിരി വേലക്കാരുള്ളതിൻ്റെ കൂട്ടത്തിൽ ഒരുത്തൻ വന്ന് പ്രാകൃതനായി കയറി വരുമ്പോഴത്തോട്ട് മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി കയറി വരുമ്പോൾ വേലക്കാരിൽ ഇവരും തടഞ്ഞു വെച്ചിട്ട് ചോദിക്കുക, എവിടേക്കട പോകുന്ന, മാറി നിൽക്കട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനൊരു കാര്യം പറയും, അതെൻ്റെ പുത്രനാണ്. ഒരുത്തനും തടയുവാനും മുറിക്കുവാനും കഴിയാത്തൊരു ബന്ധമാണ് കാൽവരിയുടെ കുലക്കളത്തിൽ കർത്താവ് നമുക്ക് നൽകിയത് ദാസ്യത്വത്തിൻ്റെ ബന്ധമല്ല, പുത്രത്വത്തിൻ്റെ ബന്ധമാണ്. അപ്പൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അപ്പന് സന്തോഷമായി അവനെ സ്വീകരിച്ചു, അവൻ്റെ കാലിൽ ചെരിപ്പിടിച്ചു, നല്ല വസ്ത്രം ഇടിച്ചു, മോതിരം പിടിച്ചു. സ്തോത്രം. ഭയങ്കര ഉത്സവം അവിടെ നടത്തി. ദേശമറിയത്തക്ക രീതിയിൽ ആമേൻ സ്തോത്രം ഭയങ്കര ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് മൂത്തവൻ കയറി വന്നിട്ട് ചോദിക്കുന്നത്, അപ്പാ, ഈ സകലതും വിറ്റും മുടിച്ചും നശിപ്പിച്ചും നിന്റെ പേരിന് കളങ്കം വരുത്തിയ ഒരുത്തൻ മടങ്ങി വന്നപ്പോ ആമേൻ നീ ഇങ്ങനെ ഉത്സവം ആചരിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്നതെന്ത്? ഇത്രയും വർഷം ഞാൻ നിന്റെ കൂടെ നിന്നിട്ടും നീ എനിക്കൊരു ആടിനെ തന്നോ, നീ എനിക്കൊരു ആമേൻ സ്തോത്രം കാളക്കുട്ടിയെ തന്നോ, എൻ്റെ കൂട്ടുകാരുമായി സന്തോഷിക്കാൻ എന്തെങ്കിലും ഒന്ന് നീ എനിക്ക് ഇന്ന് വരെ തന്നിട്ടുണ്ടോ? ഒന്നും നീ തന്നിട്ടില്ല. അപ്പനൊരു കാര്യം ചോദിക്കാനുണ്ട്, കുഞ്ഞേ, നീ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. പുത്രത്വം എന്ന് പറഞ്ഞ ബന്ധം നിനക്ക് തിരിച്ചറിയാമെങ്കിൽ ദാസനെ പോലെ നീ യാചിക്കേണ്ട, അത് നിന്റെ അവകാശമാണ്, നിനക്ക് എടുക്കാം. അപ്പന്റെ വീട്ടിനകത്ത് വർഷങ്ങൾ നിന്നിട്ടും പുത്രത്വം തിരിച്ചറിയാത്ത ഒരുത്തൻ അപ്പനുമായി വേർപിരിഞ്ഞ് ദൂരെ പോയി സകലതും നഷ്ടപ്പെട്ട ഒരുത്തൻ മടങ്ങി വന്നത് പുത്രത്വത്തിന്റെ ബന്ധത്തിലാണെങ്കിൽ ഇന്ന് രാത്രി സഭ തിരിച്ചറി, നമ്മൾ ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല ചുമക്കുന്നത്, നമ്മൾ ചുമക്കുന്നത് പുത്രത്വത്തിന്റെ ആത്മാവിനെ. വചനം പറയുന്നു, മക്കളെങ്കിലോ അവകാശികളുമാകും. നമ്മുടെ അവകാശം ദാസനെ പോലെ നിന്ന് യാചിക്കേണ്ട അവകാശമല്ല, മറിച്ച് പുത്രൻ എന്ന നിലയിൽ അധികാരത്തോടെ ചോദിക്കാൻ. ഇന്നും പലരും ദാസ്യത്വത്തിൻ്റെ കീഴിലാണ്, പുത്രത്വത്തെ തിരിച്ചറിയാതെ ദാസ്യത്വത്തിൻ്റെ കീഴിലാണ്. അവനെയും തമ്മിൽ മടക്കി, അല്ലെങ്കിൽ അപ്പൻ്റെ ഭവനത്തിലേക്ക് അവനെ മടക്കി വരുത്തിയത് പുത്രത്വത്തിൻ്റെ ബന്ധമാണ്. ഇന്ന് രാത്രിയിൽ നമുക്കും ഒരു പുത്രത്വത്തിൻ്റെ ബന്ധം ഉണ്ടായത് സ്തോത്രം കാൽവരി കുലക്കളത്തിൽ ചുരിയപ്പെട്ട രക്തത്താലാണ്. നമ്മൾ പുത്രന്മാരായി തീർന്നത്, നമ്മൾ പുത്രിമാരായി തീർന്നത് കാൽവരിയിലെ രക്തത്തിൻ്റെ ബന്ധത്തിലാണെങ്കിൽ അപ്പനും മക്കളും എന്ന് പറഞ്ഞ ബന്ധം ആമേൻ സ്തോത്രം ലോകത്തിലുള്ള യാതൊരു പ്രോപ്പർട്ടീസിൻ്റെ ബന്ധവുമല്ല. അപ്പനും മക്കളും എന്ന് പറഞ്ഞ ബന്ധം ബന്ധമാണ്. അങ്ങനെയെങ്കിൽ പുത്രത്വം എന്ന് പറഞ്ഞ ബന്ധം നമുക്ക് കിട്ടിയത് കാൽവറിയിൽ ചൊരിയപ്പെട്ട രക്തത്താലാണെങ്കിൽ ഇന്ന് രാത്രി ചില അവകാശങ്ങൾ നമുക്കുള്ളതാണ്. എത്ര പേർ ഇന്ന് രാത്രി അവകാശത്തെ തിരിച്ചറിയുന്നുണ്ട്? എത്ര പേർ അനിയോഗത്തെ തിരിച്ചറിയുന്നുണ്ട്? അവരുടെ ആദരങ്ങൾ ഒരല്പസമയം ചലിക്കട്ടെ. ഉടകമനഗജനദുരി ഹന്തരക്ഷ പ്രബന്ധനാദി ഉടകം ആത്മാവിൽ ചലിക്കട്ടെ. ചില അവകാശങ്ങൾ ചില വാഗ്ദത്തങ്ങൾ ദൈവസഭയ്ക്ക് കൈമാറാൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ടെന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചുകൊട്, ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചുകൊടുത്ത് ആരാധിക്ക്. അഭിഷത്തിനെ ചില അവകാശങ്ങൾ ദൈവം തരുന്നത് ദാസൻ എന്നുള്ള ബന്ധത്തിലല്ല, പുത്രൻ എന്നുള്ള ബന്ധത്തിലാണ്. ചില ദൈവിക അധികാരങ്ങളെ ദൈവം കൈമാറി, ദൈവിക പദ്ധതികളെ കൈമാറി ദൈവം മാനിക്കും കേട്ടോ. രാവിലെ ഞാൻ പ്രസംഗിച്ച
എഴുന്നേറ്റപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്. ആമേൻ സ്തോത്രം. ഏശാവിന് കൊടുക്കുവാൻ ഈ ഭൂമിയിലെ അപ്പന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു, പക്ഷെ സ്വർഗത്തിന്റെ അപ്പന്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവുമില്ലായിരുന്നു. ഇന്ന് രാത്രിയിൽ ദൈവകരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് അസാധ്യമായിരിക്കുന്ന ഒരു നിയോഗത്തിലേക്ക് അഭിഷുദ്ധനെ ദൈവം കൈമാറി ചില ദൈവിക വിടുതലുകളെ കർത്താവ് തന്ന് മാനിക്കുന്ന ദിവസങ്ങളാണ് കേട്ടോ. ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്കുള്ള മറുപടികൾ ദൈവം ഈ ദിവസങ്ങളിൽ നൽകി. ഓ യേശുവിന്റെ നാമത്തിൽ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച്, ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച്. വെല്ലുവിളികൾ, പോരാട്ടങ്ങൾ, പോർവിളികൾ ജീവിതത്തിന് നേരെ, ശുശ്രൂഷയ്ക്ക് നേരെ കയറി വന്ന് ഒതുക്കി കളയത്തക്ക നിലകളിൽ പ്രതികൂലങ്ങൾ കയറി വന്ന് എത്രയോ ഈ ശാനമൂലൻ കാറ്റിന്റെ അനുഭവങ്ങൾ ശുശ്രൂഷയ്ക്ക് നേരെ വെല്ലുവിളിയായി ഉയർന്നു വന്നിട്ടും ആമേ സ്തോത്രം എന്തുകൊണ്ട് തകർന്നു പോയില്ല? ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. മെലിത്ത എന്ന ദ്വീപിനകത്ത് എത്തിക്കണമെന്ന് ദൈവത്തിന്റെ നിയോഗമായിരുന്നു. എന്തിനാ യാത്രയിൽ പടക് തകർന്നത്? ഈ പടക് തകർന്നാൽ നീ മെലിത്തയിൽ എത്തത്തുള്ള പൗലോസേ എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ആമേ സ്തോത്രം. പ്രതീക്ഷിക്കാത്തൊരു യാത്രയ്ക്കകത്ത് പടകിനെ തകർത്ത് മെലിത്തയിൽ എത്തിച്ച് ദൈവരാജ്യത്തിന്റെ അധികാരത്തെ മെലിത്തയിൽ വെളിപ്പെടുത്തിയതുപോലെ ദൈവത്തിന്റെ അഭിഷുദ്ധനെ, ദൈവരാജ്യത്തിന്റെ അധികാരത്തെ ഇനിയും ചില പട്ടണങ്ങളിൽ, ദേശങ്ങളിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. തീർന്നില്ല. ഇനിയും ഒരു തലമുറയെ ദൈവിക പദ്ധതിക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരുവാൻ ആത്മാവിനോട് രാത്രി പറയുന്നു. മോശ ആമേ സ്തോത്രം 120 വയസ്സിനോടടുത്ത് വരുമ്പോൾ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു. എനിക്ക് ദൈവം നിന്റെ തേജസ്സിനെ കാണണം, എനിക്ക് നിന്റെ തേജസ്സിനെ കാണണം. ആത്മാവ് ഇന്ന് രാത്രി അഭിഷുദ്ധനോട് ദൂത് പറയുന്നു. ദൈവത്തിന്റെ തേജസ്സിനെ കാണുന്ന, ദൈവത്തിന്റെ മഹത്വത്തെ കാണുന്ന ദിനങ്ങളാണ് കേട്ടോ. ഒരു ഭയങ്കര തേജസ്സിന്റെ ശുശ്രൂഷ, ഒരു ഭയങ്കര അധികാരത്തിന്റെ ശുശ്രൂഷ. 80-ാമത്തെ വയസ്സിൽ പലതും തീർന്നുപോയി, പലരും അവസാനിക്കുമ്പോൾ 80-ാമത്തെ വയസ്സിൽ ഒരുവൻ ആരംഭത്തോടെ കയറി വരികയാണ്. ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു. ആമേ സ്തോത്രം. ചില പുത്തൻ ആരംഭങ്ങൾ ശുശ്രൂഷകൾക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് കൈമാറി ചില മിഷണറി യാത്രകളെ ആത്മാവിനെ കാണിക്കുന്ന വിശുദ്ധനെ യേശുവിന്റെ നാമത്തിൽ ചില മിഷണറി യാത്രകൾ ചില യൂറോപ്യൻ രാജ്യങ്ങൾക്കകത്തേക്ക് ചില മിഷണറി യാത്രകൾ ആത്മാവിനെ കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു അപ്പോസ്തലിക അധികാരത്തോടെ പിന്നെയും ആത്മാവ് ഉപയോഗിക്കുന്ന ഒരു തലവനെ കാണിക്കുന്നു. എവിടെയൊക്കെ ശുശ്രൂഷ മണ്ഡലത്തോട് ഒത്തിരി വെല്ലുവിളികൾ മാനുഷിക തലങ്ങളിൽ, പൈശാചിക മേഖലകളിൽ ഉയർന്നു വന്നു. എന്തുകൊണ്ട് തകർന്നു പോയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അകത്തു കിടക്കുന്ന അഭിഷേകം ഒരു തലമുറയെ കൂടി പുറത്തെടുക്കാൻ ഒരു അഭിഷേകമുണ്ട്. ആത്മാവിനോട് പറഞ്ഞു, ഒരു തലമുറയെ കൂടി പുറത്തെടുക്കും കേട്ടോ. ചില മിഷണറി യാത്രകളുമായി ബന്ധപ്പെട്ട് 2024 പുതിയ ചില പുറപ്പാടുകൾ ആത്മാവ് തരുന്നത് തന്നെ കാണിക്കുന്നു. ശുശ്രൂഷകളെന്ന് മാത്രമല്ല, കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ചില ദൈവിക പദ്ധതികളെ കർത്താവ് വെളിപ്പെടുത്തി. എവിടെയൊക്കെയോ പിശാച് ആമേ ചില തലമുറകളുടെ നന്മകളെ മണ്ണിട്ട് മൂടി ഉറവകളെ അടച്ചു വച്ചിരിക്കുന്നുവെങ്കിൽ ത്തിന്റെ വിശാലത പോലെ ഒരു ഉറവ തുറന്നു വരുന്നത് കർത്താവിനെ കാണിക്കുന്നു. ആത്മാവിനത് തിരിച്ചറിയുന്നവർക്ക് നീ പ്രാപിച്ച ആത്മാവിനെ തിരിച്ചറി. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളെയും ജീവിപ്പിക്കും. ഇന്ന് രാത്രിയിൽ ഉയർപ്പിന്റെ ആത്മാവിനെ ചോക്കുന്ന ദൈവകുഞ്ഞേ, നിന്നെ ഒതുക്കാൻ പിശാചിന് കഴിയുകയില്ല. കരങ്ങളെ ചേർത്തടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. വിഭജാല പരാതരെ ജഗന്ധരെ നിരവക്ഷരാധരാജലി അതകന്ധരെ വിരാപരാധികര പരാജലാരകജാലപാര അതരരകജൈരിപജപാല വശംദിരി ജഗനതരാജര അതരരകജൈരിപജാല ഹംദിരി അതകാരവജി സാരവാന വീരാദരി ജനാപാരി അരദീരപാര ഹംദിരി ഹാദരി ബലബരി ദരാഹാദിരി സാനാപരെ
Ribabarabana Rigajala Hamdara Dirabana Hatare Dirajala Andara Ragajala Hatare Digajala Baradara Jaladara Rigaravan Sandera Bachada Banadara Jalabanadara Adaka Jalabanadara 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 Jaladara 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 Riga Jalabanadara Jaladara Jala Rigarabanava Sambara Derabanaderi Araga Jalabiravana Baravari Durabana Varadara Jala Vivana Digachare Dirabana Barabana Amdarabana Vanavana Vanavana Oh, Hallelujah, Imbagamaya Deva Shabdam, Hallelujah, Manjabole, Marabole, Hallelujah, Namudamadye, Devam Pay, the wonder, Hallelujah, Pay the Rakuhi Irano, then Abhishakane, Hallelujah, Saktamai, Karangal Bugucho, Hallelujah, other the Karangole, Wachatel Debate, Sudigam, Hallelujah, 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 Devam Chela Diga Rangala, Deva Saveda Bell in the Ratrika, and Pagar the one Debate, Namuka Sudika, Hallelujah, Chela Aldiga Rangala, Chela Karabagala, Chela Pudi Abhishagangala, oh Deva Shakti, Hallelujah, Amen, Hallelujah, Vasa Todam, Prataniodam, Deva Sanadela, Visidio, Dadtamana, Deva Janatinamil, Hallelujah, Manjabola, Marabola, Deva Garavada, Biabalia, oh Biabari Chondiki, the Bidaraki Kondiki, Hallelujah, Namanani, Devatana Sotram Barayan, Sotram. Sotram, Sotram, Hallelujah, Namal Devatin, Navishutamaniraman, Hallelujah, Devatin, Abarisutan Mavin Ravilum, in the Vaganum, Namodasam Sari Joniki, I don't know, Namalavali, Verbata Janamai, Namadabisuta Janamai, Jadigare, Naparator Janamai, Devatin, Abarisutan Mava, Devatsabe, village of the Cherikan Nangala, Devabidri, Rally and the American Travad Tavanda, Eve Devatin, Navishutamanam, Achutamaka. Ebichuti Oda Sotica, Devam Darnatula Karabagala, Hallelujah, Nataparti Kalayad, Kartabin, Vyapar and Jaivan, Hallelujah, Devatina Barisutan Mamanam, Yogi Kanula, Nioganami, the Wasanga Terichariam, Ribana, Hamdara, Adara, Rigaja, Adele, Rigaje, Ribajabana, Didabaja, Sayedane, Janadara, Rigaja, Hamde, Digachabana Baraba, Vilitsabandabali, Yen, the Namanasila Kanamana, Hallelujah, Vilitsabandabali, Terichariam. Parishutan Mavashakta Maina Modabatalo, Hallelujah, Rigada Radira Jala. Vilichavande, video of Valipamenda Manaselakanam, Apotrata than the Adikaramendana Manaselakovan, Devatina Barishotan Mava, in the Ratrikalam, Deva Sabayoda Kwan and Jedagila, Radha Rajala, Namakadi, Chedikam, Yetadamalili, Deva Sanadi, Lamakabartigam, praise the Lord, Hallelujah, Hallelujah, Nanio, Devate Sudikuyana, Hallelujah, Alpandera Devate Sudikam, Hallelujah. Hallelujah, 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 Hallelujah. Lord Sir, Hallelujah. മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഇന്ന് പ്രാർത്ഥിക്കണം. Praise the Lord. Lord Sir. Glory to Lord, glory to Lord, glory to. Amen. Glory to Lord. Hallelujah. Lord Sir പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ദാസൻ Hallelujah. ദൈവലേറിയ അഭിഷിക്തൻ Hallelujah. ഇവർക്ക് സ്പർശ ആശീർവാദം പറഞ്ഞ ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ പിതാവേ, വീണ്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കും സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഉപവാസ പ്രാർത്ഥനയുടെ കർത്താവേ, മൂന്നാമത്തെ രാത്രിയിൽ കർത്താവേ, ദൈവമേ സഭയിൽ കടന്നു വരുവാനും കർത്താവേ, ദൈവവചനം കേൾപ്പാനും ദൈവമേ ദൈവത്തെ ആരാധിപ്പാനും അങ്ങ് നൽകി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കഴിഞ്ഞ എല്ലാ സെക്ഷനിലും കർത്താവേ, അങ്ങ് ഞങ്ങളോട് വ്യക്തമായി സംസാരിച്ചു. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ഞങ്ങളെ കേൾപ്പിച്ചു കർത്താവേ. ദൈവമേ കേൾപ്പിച്ച വചനങ്ങളെല്ലാം കർത്താവേ, ഞങ്ങളെ കർത്താവ് പാലിക്കുവാനും അതനുസരിപ്പാനും കർത്താവേ, ആ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും കർത്താവേ, ഇരുവാഴ്ചയിലുള്ള എല്ലാ വാളിനേക്കാൾ മൂർച്ചയുള്ളതും സന്ധിമജ്ജകളെയും ആത്മാവിനും വരെ തുളച്ചു ചെല്ലുന്നതും ആയിരിക്കാൽ കർത്താവേ, വചനത്തിന് മുമ്പ് താഴുവാനും അനുസരിപ്പാനും കർത്താവേ, വചനം ഏറ്റെടുപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനം സംസാരിച്ച ദാസനെ അങ്ങ് ശക്തീകരിച്ചതിനായി സ്തോത്രം. അനേകം പേർ
കർത്താവെ പ്രയോജനപ്പെടുവാൻ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥന കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെ വ്യക്തിപരമായിട്ടും കർത്താവെ കുടുംബപരമായിട്ടും സഭയായിട്ടും കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ശുഭത ഞങ്ങൾക്ക് നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം നടത്തുന്നത് പോലെ കർത്താവ് ഈ നാളുകൾ കർത്താവെ ദൈവത്തെ അനുസരിപ്പാനും ദൈവവചനത്തെ അനുസരിപ്പാനും ദൈവാത്മാവിൽ ജീവിപ്പാൻ ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളിൽ വസിക്കുന്നു എന്നുള്ള ബോധ്യം കർത്താവെ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ ഞങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്ന വചനപ്രകാരം കർത്താവെ ദൈവമേ ഓരോ ദിവസവും ദൈവമേ വചനത്തിനനുസരിച്ച് ആത്മാവിനനുസരിച്ച് നടപ്പായിടയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിനനുസരിച്ച് നടന്നാൽ കർത്താവെ ദൈവമേ സ്വർഗത്തിലുള്ള കന്നിനെ ചിന്തിപ്പാൻ ദൈവമേ ഹാലിയ ഭൂമിയിലുള്ളതല്ല സ്വർഗത്തിലുള്ളത് തന്നെ ചിന്തിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഉപവസിച്ച എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ കർത്താവെ അവർക്ക് ദൈവമേ ദൈവത്തിൻ്റെ പ്രത്യേക കൃപ കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ നാളത്തെ ആരാധനയും അങ്ങ് സഹായിക്കണമേ. ദൈവമേ ഹാലിയ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവത്താഴ് ശുശ്രൂഷ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഹാലിയ യോഗത്തെ ലീഡ് ചെയ്ത രാജീവ് സാറിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ സഹായിക്കണം, ശക്തിയിനെ തോമസ് പാസ്റ്ററേയും കർത്താവെ ജിനു പാസ്റ്ററെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ പാസ്റ്ററായ കർത്താവെ എം എ വർഗീസ് പാസ്റ്ററെ അങ്ങ് അനുഗ്രഹിക്കണേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിപ്പാനും കർത്താവെ ആത്മീയമായിട്ട് സഭയെ ഉണർത്തുവാനും കർത്താവെ ദൈവത്തിൻ്റെ ശക്തിയാൽ ദൈവത്തിൻ്റെ അനുസരിച്ച് കർത്താവെ നാളുകളിൽ മുമ്പോട്ട് പോകാൻ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ അനുഗ്രഹത്തിനായി സ്തോത്രം. ഞങ്ങൾ പിരിയാത്ത സാന്നിധ്യത്താൽ ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയേറ്റിക്കാൽ സ്തോത്രം. എല്ലാ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഇന്ന് രാത്രി കർത്താവിൻ്റെ ദാസനിൽ കൂടി ശക്തിയായി നമ്മോട് ഇടപെടുവാൻ ഇടയായി തീർന്നു. ഇതുവരെയും സ്നാനപ്പെടാത്തവരാരെങ്കിലും ഇന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനമെടുക്കുക. സ്നാനം ദൈവത്തിൻ്റെ കൽപ്പനയാണ്. കർത്താവിൻ്റെ ദാസനിൽ കൂടി ദൈവാത്മാവ് നമ്മോട് ഇടപെട്ടല്ലോ. ഇനിയും നീട്ടിക്കൊണ്ടുപോകാതെ എത്രയും വേഗം സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുവാൻ തീരുമാനമെടുക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഇന്നോർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും, വിശേഷാൽ ഇന്ന് പകലും രാത്രിയിലും കർത്താവെ അവിടുത്തെ വചനം ആധികാരികമായി ശുശ്രൂഷിച്ച അങ്ങയുടെ വിലയേറിയ ദാസൻ്റെ മേലും ഇന്നും എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ ആമേൻ. പ്രൈസ് ദി ലോർഡ്. സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. നാളെ രാവിലെ 9 മണിക്ക് സൺഡേ സ്കൂളും 10 മണിക്ക് ആരാധന ഉണ്ടായിരിക്കും. കർത്തൃമേശ ശുശ്രൂഷ നാളെ ഉണ്ട്. പ്രാർത്ഥനയോടുകൂടി ഇതിൽ സംബന്ധിക്കുക. സ്തോത്രം.